ശരീരവാങ്മനോഭിർ യത് കർമ്മ പ്രാരഭത്തെ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. ഈ അഞ്ചെണ്ണം മുൻ ശ്ലോകത്തിൽ പറഞ്ഞ അഞ്ചെണ്ണം. ശരീരവാങ്മനോഭിഹി, ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ യത് കർമ്മ പ്രാരഭത്തെ നരഃ, ഏതെങ്കിലും ഒരു കർമ്മം മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ, ന്യായം വാ വിപരീതം വാ, അത് ന്യായമുള്ളതാവട്ടെ അല്ലെങ്കിൽ അന്യായമായ കർമ്മമാവട്ടെ, പഞ്ചൈതേ തസ്യ ഹേതവഃ, ഈ അഞ്ചും ആണ് അതിൻ്റെ കാരണം. ഹേതവഃ, കാരണങ്ങൾ. ഈ അഞ്ചെന്ന് പറഞ്ഞത് അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം, ഇതായിരുന്നു പറഞ്ഞത്. ഈ അഞ്ചെണ്ണമാണ് പറഞ്ഞത്. ഒന്ന് അധിഷ്ഠാനം, അത് ശരീരം. രണ്ട് കർത്ത, അത് ജീവാത്മാ, ഉപാധിലക്ഷണനായ ഭോക്ത എന്ന് പറയുന്നത് ജീവൻ. മൂന്നാമത്തേത് കരണം, അത് ശ്രോത്രാദികളാണ് ഉദ്ദേശിക്കുന്നത്. വിവിധാഹ പൃഥക് ചേഷ്ടാഹ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രാണാപാനന്മാരെയാണ്, പ്രാണാപാനന്മാർ തുടങ്ങിയവർ. പിന്നെ അഞ്ചാമത്തേത് ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് ആദിത്യാദി ദേവതകളെയാണ് ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ചെണ്ണവും ഉണ്ട് ഓരോ കർമ്മത്തിലും. ആ കർമ്മം എന്ന് പറയുന്നത് ന്യായം വാ വിപരീതം വാ, അതാണ് സത്കർമ്മമായാലും ശരി ദുഷ്കർമ്മമായാലും ശരി ഈ അഞ്ചെണ്ണവും ഉണ്ടായിരിക്കും എന്ന്. അപ്പോൾ നമുക്ക് ഒരു സംശയമുണ്ട്, എന്തെങ്കിലും ദുഷ്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഈ ദൈവമുണ്ടോ എന്ന്. അപ്പോൾ ഈ ശ്ലോകം അനുസരിച്ച് ന്യായം വാ വിപരീതം വാ, വളരെ വ്യക്തമായിട്ട് തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അഞ്ചും കൂടാതെ ഒരു കർമ്മമില്ല. അതായത് ഈശ്വരൻ എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം എന്നുള്ള പ്രയോഗത്തിലൂടെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവതകൾ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ ഇന്ദ്രിയങ്ങളെയും മനസ്സ് തുടങ്ങിയിട്ടുള്ളതിനെല്ലാം അനുബന്ധമായിട്ട് നിൽക്കുന്ന സമഷ്ടിയിലെ ദേവതകളെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ ദേവതകളുടെ അനുഗ്രഹത്താൽ മാത്രമേ ഈ വ്യഷ്ടിയുടെ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കത്തുള്ളൂ എന്നതുകൊണ്ടാണ് ഈ അഞ്ചാമത്തെ ഘടകത്തിന് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദൈവം എന്ന് പറയുന്നത് എപ്പോഴും ഒരിക്കലും വിട്ടുമാറാത്ത ഒന്നാണ് ഈ അഞ്ചാമത്തെ ഘടകം, ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ദുഷ്കർമ്മം ചെയ്തു കഴിഞ്ഞാലും ദൈവം ഉണ്ടെന്ന് പറയുന്നത് ദൈവമാണ് അത് ചെയ്യിക്കുന്നതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചെണ്ണത്തിൽ ഒന്നായിട്ടുള്ള ദൈവമുണ്ട്, അതൊന്ന്. പിന്നെ ഇതിൻ്റെ എല്ലാം സാക്ഷി എന്ന് പറയുന്നത് വേറെ. അപ്പോൾ ഇതാ ഭേദങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം. ദൈവം എന്ന് പറഞ്ഞിട്ട് ഒറ്റ കാറ്റഗറിയിൽ ഒരു ദൈവം എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ അതിൻ്റെ ആ ഒരു വാക്കിൻ്റെ താഴെ കൊണ്ടുവരരുത്. ഇവിടെ ദൈവം എന്ന് പറയുമ്പോൾ ന്യായം വാ വിപരീതം വാ, എല്ലാത്തിൻ്റെയും ചെയ്യാൻ കാരണമാകുന്ന ഹേതവഃ എന്ന് പറയുന്നതുകൊണ്ട് എല്ലാ കർമ്മവും ചെയ്യാൻ കാരണമായിട്ട് നിൽക്കുന്നു. എപ്രകാരമാണോ കർത്ത അവിടെ കർമ്മത്തിന് കാരണമായിട്ട് നിൽക്കുന്നത്, അപ്രകാരം തന്നെയാണ് ഇവിടെ ദൈവം എന്ന് പറയുന്നതും കർമ്മത്തിന് കാരണമായിട്ട് നിൽക്കുന്നത്. കർമ്മഫലം ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകത്തില്ല, കർത്താവിൻ്റെ അടുത്തേക്ക് മാത്രമേ പോകത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് കർമ്മഫലം കിട്ടാൻ ആർക്കൊക്കെ, കർമ്മഫലം എന്ന് പറഞ്ഞാൽ ഒട്ടനെയുള്ള കർമ്മഫലമാണെങ്കിൽ ചിലപ്പോൾ ശരീരത്തിന് കിട്ടിയെന്ന് വരും, പിന്നെ ചിലപ്പോൾ കരണത്തിന് കിട്ടിയെന്ന് വരും, ചിലപ്പോൾ ഈ ശരീരത്തിന് കിട്ടും, കർത്താവിന് കിട്ടും, പിന്നെ കരണത്തിനും കിട്ടും, പിന്നെ ചിലപ്പോൾ ഈ പ്രാണാപാനന്മാർക്കും കിട്ടിയെന്ന് വരും. അഞ്ചാമത്തെ ഘടകമായിട്ടുള്ള ദൈവത്തിന് അതുകൊണ്ട് ഈ കർമ്മഫലം എന്ന് പറയുന്നത് അങ്ങോട്ട് ചെല്ലത്തില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ അതുകൊണ്ടാണ് ഈ കഠോപനിഷത്തിനകത്ത് ലോകോ സൂര്യോ യഥാ സർവലോകസ്യ ചക്ഷുഃ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ. അല്ലല്ല, അങ്ങനെയല്ല. സൂര്യോ യഥാ സർവലോകസ്യ ചക്ഷുഃ ന ചക്ഷുഷൈർ ലിപ്യതേ ബാഹ്യദോഷൈഃ എന്നുള്ള പ്രയോഗം ഇവിടെ ഉണ്ടായത്. അതായത് എല്ലാവരുടെയും കണ്ണാണ് ആദിത്യൻ. സൂര്യോ യഥാ സർവലോകസ്യ ചക്ഷു, എല്ലാവരുടെയും, സർവലോകസ്യ എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങളുടെയും കണ്ണ് എന്ന് പറയുന്നത് ആദിത്യനാണ്. അതാണ് സർവലോകസ്യ ചക്ഷു എന്ന് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ സർവ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും കണ്ണിൻ്റെ ദേവത എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആദിത്യനാണ് നമ്മുടെ കണ്ണിൽ കൂടെ പ്രകാശിക്കുന്നത്. ആദിത്യൻ ഉള്ളത് കൊണ്ടാണ് കണ്ണ് കാണുന്നത്, ഇതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ആരുടെയെങ്കിലും കണ്ണിൻ്റെ, ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ ദോഷം ആദിത്യനെ ബാധിക്കുന്നില്ല. ന ലിപ്യത്തെ ചാക്ഷുഷൈർ ബാഹ്യദോഷൈ. കണ്ണിന് ബാധിച്ച തിമിരം ആദിത്യനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ഇതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഒരുവൻ്റെ ദുഷ്കർമ്മം ചെയ്യിക്കുന്നതിനും കാരണം ദൈവമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാം. ആ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാരണമാണ്, അല്ലാതെ പുറത്തു നിൽക്കുന്ന ഒരു പ്രേരകം എന്നുള്ള അർത്ഥത്തിലല്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടകങ്ങൾ, കർമ്മത്തിന് വേണ്ടുന്നതായ ഘടകങ്ങൾ എന്നർത്ഥത്തിലാണ് ഇവിടുത്തെ ഈ കാരണം എന്നുള്ള പ്രയോഗം ഉണ്ടായത്. അല്ലാതെ പുറത്തു നിന്ന് പ്രേരിപ്പിച്ചിട്ട് ചെയ്തു എന്നുള്ളതല്ല. അതുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് പുസ്തകം വായിക്കണമെങ്കിൽ വെളിച്ചം വേണമല്ലോ, അത്രയേ ഉള്ളൂ അവിടെ ഉദ്ദേശിക്കുന്നത്. ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരുപാട് ചെറിയ 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 കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു അധ്യായമാണ് ഈ 18-ാം അധ്യായം. അപ്പോൾ ഈ 18-ാം അധ്യായം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വളരെയധികം ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ പല ചെറിയ കാര്യങ്ങളും നമുക്ക് അത് വളരെ വലുതാണല്ലോ എന്ന് മനസ്സിലാക്കി കിട്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ അർത്ഥങ്ങളൊന്നും, വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ്, ശാസ്ത്രം പഠനം വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കണം, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ചിലപ്പോഴാണെങ്കിൽ ഇതൊക്കെ ഇത് ഒരു കാര്യം കൊണ്ട് എന്തിനാ പറയുന്നത് നമുക്ക് തോന്നാതെ പോകുന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്തൊക്കെയോ നമുക്ക് ഈ അറിയേണ്ട ചില ഭാഗങ്ങൾ മിസ്സാകുന്നുണ്ട് എന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. ഇതൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇതുകൊണ്ടാണ് നമുക്ക് വേർതിരിച്ച് ഈ ശാസ്ത്രത്തിൻ്റെ മഹിമയെ അറിയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ്. അതായത് ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാവരും മലയാളം പറയുന്നു, പക്ഷേ ചിലർ മലയാളം പറയുമ്പോൾ അതൊരു സാഹിത്യ ഭാഷ എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ അതൊരു അനുഗ്രഹീത വാഗ്മി എന്നൊക്കെ പറയുന്നതും മലയാളം തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ പ്രയോഗത്തിനും അതിൻ്റെ അത് ഉണ്ടാക്കുന്ന അർത്ഥവ്യത്യാസം, ചലനങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്ന് പറയുന്നത് മാതിരിയാണ്. ഈ പറയുമ്പം ആധ്യാത്മികതയാണെന്ന് പറയും, പക്ഷേ എങ്ങനെയാണ് നമുക്ക് ഈ സൂക്ഷ്മമായ കാര്യങ്ങളെ വിശകലനം ചെയ്ത് എടുക്കേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ ഈ വിവേകജ്ഞാനം കൊണ്ടുവരേണ്ടത്. ഇതൊക്കെ വിവേകജ്ഞാനത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഓരോന്നും വേർതിരിച്ചറിയലാണ് വിവേകജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനിയും തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിലൊക്കെ നമുക്കത് കാണാം. ഓരോന്നും എങ്ങനെയാണ് വേർതിരിച്ചറിയേണ്ടത് എന്നുള്ളത് ഭഗവാൻ ഇവിടെ ക്രമമായിട്ട് പഠിപ്പിക്കുകയാണ്. അല്ലാതെ ഇതൊക്കെ എന്താണ് ഒരു കണക്ഷൻ ഇല്ലാണ്ടാണ് എന്ന് വിചാരിക്കരുത്. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത്യകൃതബുദ്ധിത്വാ സ പശ്യതി ദുർമതിഃ. തത്രൈവം സതി. അപ്പോൾ നമുക്ക് ഈ ശരീരവാങ് മനോഭിഹി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു പ്രയോഗം നടത്തിയല്ല, കായേന പിന്നെ കായേന മനസ്സാ വാച എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് കായേന വചസ തനുസ അല്ലേ, അങ്ങനെയാണ് പറഞ്ഞത്. മനസ്സിൻ്റെ തലത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കർമ്മമാണെങ്കിൽ അത് അധികം ബാധിക്കത്തില്ല. പക്ഷെ വചസ്സും കൂടെ കയറി വന്നാൽ സൂക്ഷിക്കണം. പിന്നെ തനുസ് ശരീരം കൊണ്ടും കൂടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ പിന്നെ അത് വളരെയധികം സൂക്ഷിക്കണമെന്ന് പറയും. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വിചാരം നടത്തി എന്നുള്ളതുകൊണ്ട് എൻ്റെ മനസ്സ് ഞാൻ അങ്ങനെ വിചാരിച്ചല്ലോ, അതുകൊണ്ട് ഇനിയും പ്രായശ്ചിത്തം ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നും. മനസ്സിൻ്റെ സ്വഭാവമാണ് ചിന്തിക്കുക എന്നുള്ളത്. അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അത് നമ്മൾ ബോധർ ചെയ്യാൻ പോകണ്ട. കാരണം അത് പലതും ചിന്തിക്കും. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ലെന്നേ ചിന്തിക്കുന്നത്.
ചിന്ത വന്നതിന് ശേഷമാണ് അറിയുന്നത് ഞാൻ ഇതാണല്ലോ ഞാൻ ചിന്തിച്ചു പോയത് എന്നിരിക്കും. മനഃപൂർവ്വം ചിന്തിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. മനഃപൂർവ്വം നമുക്കൊന്നിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന ചിന്തയെന്ന് പറയും. പക്ഷേ ഇത് നമ്മുടെ മനസ്സിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നടന്നു പോകുമ്പം കാണുന്ന വസ്തുക്കളുടെ മാതിരിയാണ്. നടന്നു പോകുമ്പോൾ നമ്മൾ പലതും കാണുന്നത് അത് എൻ്റെ കുറ്റം കൊണ്ട് ഞാൻ കണ്ടു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതുപോലെയാണ് മനസ്സിൽ കടന്നു പോകുന്ന ചിന്തകളെന്ന് പറയുന്നത്. മനസ്സിൽ കടന്ന് ചിന്തകൾ പോകുന്നു എന്നാൽ അത് സമഷ്ടി മനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നതാണ് വ്യഷ്ടി മനസ്സ്. ഈ മനസ്സ് എന്ന് പറയുന്നത് ഈ അനാദികാല പ്രവൃത്തമായ സൂക്ഷ്മ ശരീരവുമാണ്. അതുകൊണ്ട് ഈ മനസ്സിലില്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട്. ഈ മനസ്സ് കാണാത്തതായിട്ടുള്ള ലോകങ്ങളില്ല. എവിടം തൊട്ട് തുടങ്ങിയിട്ട് എവിടം വരെ ആണ് ഈ ജീവാത്മാ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അനാദികാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയാരംഭം തൊട്ട് തന്നെ ഉള്ള ഒരു മനസ്സാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആ മനസ്സ് ആണ് എന്ന് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു അറ്റം മാത്രം. മനസ്സിൻ്റെ ഒരു ഈ ജന്മത്തിൽ നമുക്ക് ഉണ്ടായി വന്ന ഒരു മനസ്സല്ലിത്. ഇത് പണ്ടേ ഉള്ളൊരു മനസ്സാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രായം കൂടിയ ഒരു മനസ്സാണ് നമുക്കുള്ളത്. ആ മനസ്സിൻ്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80 വയസ്സായി, അതുകൊണ്ട് പ്രായമുള്ള മനസ്സൊന്നും, അല്ലെങ്കിൽ 8 ദിവസമേ ആയിട്ടുള്ളൂ ജനിച്ചിട്ട്, അതുകൊണ്ട് ഇത് കുഞ്ഞു മനസ്സൊന്നും പറയേണ്ട കാര്യമില്ല. ഈ മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാണ്. സൂക്ഷ്മ ശരീരം അനാദികാല പ്രവൃത്തമാണ്. അതുകൊണ്ട് വൃദ്ധനാണ് 8 വയസ്സുള്ള കുട്ടിയും 8 ദിവസം പ്രായമുള്ള കുട്ടിയും മനസ്സിൻ്റെ കണക്കിൽ. അതേപോലെ 80 വയസ്സുള്ള ആളാണെങ്കിലും വേണമെങ്കിൽ പറയാം കുട്ടിയാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് സമമാണ് എന്ന് പറയാം. കാരണം എന്താ, രണ്ടുപേരും ഒരേ സമയം തുടങ്ങിയതാണ്. അല്ലാതെ ഇതിനകത്ത് ഒരാൾ ആദ്യം തുടങ്ങുകയും രണ്ടാമത് വേറൊരാൾ തുടങ്ങുകയും ചെയ്യുന്നതല്ല. ഇത് രണ്ടുപേരും ഒരുപോലെ തുടങ്ങിയതാണെന്നുള്ളത്. 8 ദിവസം പ്രായമുള്ളതാണെങ്കിലും ശരി, അല്ലെങ്കിൽ 8 മിനിറ്റ് പ്രായമുള്ളതാണെങ്കിലും ശരി, ഇപ്പം പറയാൻ യോഗ്യരുടെ മാതിരി 800 വർഷം ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, പ്രായമെല്ലാം അക്കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഒരേ പ്രായക്കാർ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത്യകൃതബുദ്ധിത്വാത് നസ പശ്യതി ദുർമതി. ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്, ദുർമതി ന പശ്യതി, ന സ പശ്യതി എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സ പശ്യതി, ന ഉണ്ട്, നയും കൂടെ ഉണ്ട്. അപ്പം കാണുന്നില്ല. എന്താ കാണാത്തെ? തത്രൈവം സതി, അപ്രകാരമിരിക്കെ, തത്ര ഇതി പ്രകൃതേന സമ്പദ്ധ്യത്തെ. തത്ര എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മുമ്പ് പറഞ്ഞിരിക്കുന്ന ഈ ശ്ലോകവുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കണം. ഈ 5 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തത്രൈവം സതി, അങ്ങനെ ഇരിക്കെ കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത്തി അകൃതബുദ്ധിത്വാത്. എന്താ അകൃതബുദ്ധിത്വാത് ദുർമതിഹി എന്ന്. തത്രൈവം സതി ഇതി ദുർമതിത്വസ്യ ഹേതുത്വേന സമ്പദ്ധ്യത്തെ. ഈ ദുർമതിയെക്കുറിച്ചാണ് ഇപ്പം പറയുന്നത്. കർത്താരം ആത്മാനം, കർത്ത എന്ന് സ്വയം ആത്മാനം ആത്മാവിനെ കർത്താവെന്ന് അസംസ്കൃത ബുദ്ധിത്വാത്, ഈ സംസ്കരിക്കാത്ത ബുദ്ധി ഉള്ളത് കാരണം, അതാണ് അകൃത ബുദ്ധിത്വാത് എന്നുള്ള പ്രയോഗം കാണിച്ചിരിക്കുന്നത്. നോക്കി, പശ്യത്തി അകൃത ബുദ്ധിത്വാത് എന്ന്. ഈ കർത്താരം ആത്മാനം കേവലം കർത്താരം എന്ന്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ആത്മാവിനെ കേവലം കർത്താരം, വെറും കർത്താവ് മാത്രമാണെന്ന് അകൃത ബുദ്ധിത്വാത്, ബുദ്ധിയെ വേണ്ട വിധത്തിൽ, ബുദ്ധിക്ക് ജ്ഞാനമില്ലാത്തതിനാൽ പശ്യതി കാണുന്നു. നസ പശ്യതി ബുദ്ധിത്വാത് ദുർമതിഹി. അപ്പം ദുർമതി ആയതുകൊണ്ട് സഹ ന പശ്യതി, എന്ത് കാണുന്നില്ല? കാണാത്ത കാര്യം എന്ന് പറയുന്നത് ഇതാണ്. നസ പശ്യതി ആത്മനഃ തത്വം കർമ്മണഃ വ ഇത്യർത്ഥഃ. അപ്പം
ആത്മനഃ തത്വം അല്ലെങ്കിൽ കർമ്മണഃ തത്വം, ഇത് രണ്ടും. ഇത് ന സ പശ്യത്തി എന്ന്. അപ്പം ഇതിനകത്ത് ഈ സംബന്ധം എന്ന് പറയുന്നത് ഈ മുൻ ശ്ലോകവുമായിട്ട് ബന്ധിപ്പിച്ച് കാണണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ സംബന്ധം കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ ഇരിക്കെ. അപ്പോൾ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 എണ്ണം, കർത്താവ് ഉൾപ്പെടെയുള്ള 5 എണ്ണവും ഇത് ബാധകമാണ്. ഇങ്ങനെ ഇരിക്കെ ഈ കർത്താവിനെ മാത്രം, ആത്മാവിനെ മാത്രം കേവലം കർത്താവായിട്ടൊരുവൻ കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ ബുദ്ധി, അവന് വേണ്ടത്ര ജ്ഞാനമില്ലാത്തതിനാലാണ് കാണുന്നത്. ന സഹ പശ്യത്തി, അപ്പം അവൻ തത്വത്തെ കാണുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്നതാണ് ഇവിടുത്തെ തത്വം എന്ന് പറയുന്നത്. അതായത് ഈ 5 ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് കർമ്മസംബന്ധമായിട്ട് നിൽക്കുന്നത്. പിന്നെ കേവല കർത്താവ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് തത്വം എന്നുള്ള പ്രയോഗത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ തത്വത്തെ കാണുന്നില്ല. ന സ പശ്യതി ദുർമതി, കാരണം അവൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ദുഷ്ടമായ ബുദ്ധിയായിപ്പോയി. അപ്പോൾ ആ ദുഷ്ടമായ ബുദ്ധി യാതൊരുവനുണ്ടോ അവനെയാണ് ദുർമതി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ദുർമതിഹി എന്ന് പറയുന്നത്. ഇപ്പം ദുർമതിക്ക് അർത്ഥം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: കുത്സിത, വിപരീത, ദുഷ്ട, അജസ്രം ജനനമരണ പ്രതിപത്തി ഹേതുഭൂത മതിഹി അസ്യ ഇതി ദുർമതിഹി. അപ്പോൾ എന്താണ് ദുർമതി എന്ന് പറഞ്ഞിരിക്കുന്നത്? കുത്സിത, കുത്സിതയുടെ അർത്ഥമാണ് വിപരീത. അപ്പം കുത്സിത, വിപരീത, ദുഷ്ട, അതിൻ്റെ അർത്ഥമാണ് ദുഷ്ട എന്ന് പറയുന്നത്, ദുഷ്ടമായിട്ടുള്ളത്. അജസ്രം ജനന മരണ പ്രതിപത്തി ഹേതുഭൂത എന്ന്, അനേകം പ്രാവശ്യം ജനിക്കുക മരിക്കുക എന്നതിൻ്റെ പ്രതിപത്തി ഹേതുഭൂത, ഒരു കാരണമായിട്ടുള്ള ബുദ്ധി എന്നുള്ളത്. അപ്പോൾ ഒരുപാട്, അതായത് ഇങ്ങനെ ഈ ജനന മരണങ്ങളുടെ ആവർത്തനത്തിന് കാരണമായ ബുദ്ധിയാണ്. അപ്പം ഇതുവരെയും ആവർത്തിച്ചുകൊണ്ടാണ് ഇരുന്നത്, ഇനിയും ഈ കണക്കിന് പോയാൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതിനാണ് ജനന മരണ പ്രതിപത്തി ഹേതുഭൂത മതിഹി അസ്യ ഇതി, യാതൊരുവനുണ്ടോ അതിനെയാണ് ദുർമതി എന്ന് പറഞ്ഞിരിക്കുന്നത്. സ പശ്യന്നപി ന പശ്യതി എന്ന് നമ്മൾ നേരത്തെ കാണുന്നുണ്ട്. നസ പശ്യതി ദുർമതി എന്ന് പറയുന്ന പശ്യന്നപി ന പശ്യതി എന്ന് പറഞ്ഞിരിക്കുന്നതിന് സമമായിട്ടുള്ള പ്രയോഗമാണ് അവൻ കാണുന്നില്ല എന്ന്. ഇത് മറ്റേ ഭജഗോവിന്ദത്തിനകത്തുള്ള പ്രയോഗമാണ് പശ്യന്നപി സ ന പശ്യതി എന്നുള്ളത്. അപ്പോൾ അതേമാതിരിയാണ് ഇവിടെ നസ പശ്യതി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ കാണുന്നില്ല. യസ്യ നാഹംകൃതോ ഭാവഃ ബുദ്ധിർ യസ്യ ന ലിപ്യത്തെ ഹത്വാപി സൈമാൻ ലോകാൻ ന ഹന്തി ന നിബധ്യത്തെ. യസ്യ നാഹംകൃതോ ഭാവഃ, അഹംകൃതഃ ഭാവഃ യസ്യ, ബുദ്ധിഃ യസ്യ ന ലിപ്യത്തെ. യസ്യ ബുദ്ധിഃ ന ലിപ്യത്തെ ഹത്വാപി സ ഇമാൻ ലോകാൻ, ഇമാൻ ലോകാൻ ഹത്വ അപി, ഈ ലോകങ്ങളെ ഹനിച്ചാലും ഹന്തി ന നിബധ്യത്തെ, ന ഹന്തി ന നിബധ്യത്തെ, അവൻ കൊല്ലുന്നുമില്ല, അവന് നിബധ്യത, അവൻ ബന്ധിക്കപ്പെടുന്നുമില്ല. ആര്? യസ്യ നാഹംകൃതോ ഭാവഃ, യാതൊരുവനാണോ അഹങ്കാരം ഇല്ലാത്തത്. ബുദ്ധിർ യസ്യ ന ലിപ്യത്തെ, യാതൊരുവന് ബുദ്ധിയാണോ ഇതിലേക്ക് സംഘമില്ലാത്തതായി, അവൻ്റെ ബുദ്ധിക്ക് സംഘമില്ല എന്ന്. അപ്പോൾ ഏത് സംഘം എന്നും ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്ന, മുമ്പ് പറഞ്ഞിരിക്കുന്ന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ കർത്താവായിട്ടെടുക്കുന്ന ബുദ്ധി ഇല്ലാത്തവനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യസ്യ നാഹംകൃതോ ഭാവഃ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അഹംകൃത ഭാവഃ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഇതാണ്: അഹം കർത്ത ഇതി ഏവം ലക്ഷണഃ ഭാവഃ, ഞാനാണ് കർത്ത എന്നുള്ള ഭാവം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ അഹങ്കാരം കളയണം എന്ന് പറയുന്നത്. പണ്ട് തൊട്ടേ കേൾക്കുന്ന വാക്കാണ് അഹങ്കാരം കളയണം. എന്താ വേണ്ടത്? അഹങ്കാരം കളയണം. ഞെക്കി പറഞ്ഞുകൊണ്ട് അഹങ്കാരം പോകുന്നതല്ല. അല്ലെങ്കിൽ അഹങ്കാരം കളയണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭഗവാൻ ഈ അഹങ്കാരം എന്നങ്ങ് മാറ്റണമേ എന്ന് പറഞ്ഞാലും പോകുന്ന ഒന്നല്ല അഹങ്കാരം എന്നത്. അപ്പോൾ അഹങ്കാരം കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഡിമാൻഡിൻ്റെ പുറത്ത് പോകുന്നതല്ല, പിന്നെ അല്ലെങ്കിൽ ഒരു കമാൻഡിൻ്റെ പുറത്ത് പോകുന്നതല്ല, അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റിൻ്റെ പുറത്ത് പോകുന്നതല്ല, പിന്നെ യാചന ഉണ്ടല്ലോ ഒരു ബെഗ്ഗിങ്ങിൻ്റെ പുറത്ത് പോകുന്നതല്ല, പിന്നെ അഭ്യർത്ഥനയ്ക്ക് എന്താ പറയുക,
ഒരു എന്തെങ്കിലും ആവട്ടെ, ഒരു അഭ്യർത്ഥന കൊണ്ട് പോകുന്നതല്ല. അപ്പോൾ ഈ അഹങ്കാരം ഇപ്പം എങ്ങനെയാണ് പോകുന്നത്? അഹങ്കാരം പോകണമെന്നുണ്ടെങ്കിൽ അവിടെ യസ്യ നാഹങ്കൃതോ ഭവ ബുദ്ധിർ യസ്യ ലിപ്യത്തെ ഹത്വാപി സൈമാൻ ലോകാൻ ഹന്തിന നിബദ്ധ്യത. അപ്പം അഹങ്കാരം പോകേണ്ട കാര്യം ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്താ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? യസ്യ ശാസ്ത്രാചാര്യോപദേശ ന്യായ സംസ്കൃതാത്മാനഃ ന ഭവതി. അപ്പോൾ എന്താണ് യസ്യ? യസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാതൊരുവൻ എന്ന് പറഞ്ഞാൽ, ഈ യാതൊരുവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യസ്യ ശാസ്ത്രാചാര്യോപദേശ ന്യായ സംസ്കൃതമാനഃ ന ഭവതി അഹങ്കൃത. അപ്പം ഈ അഹങ്കാരം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളതിന് ഈ ഒറ്റ വരിയിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. യസ്യ ശാസ്ത്രാചാര്യോപദേശ ന്യായ സംസ്കൃതാത്മാനഃ. അപ്പം ശാസ്ത്ര ആചാര്യോപദേശം, അപ്പം ഇത് രണ്ടെണ്ണം വന്നു. അപ്പം ആചാര്യോപദേശം, ഒന്നാമത് ആചാര്യൻ ഉണ്ടായിരിക്കണം, രണ്ട് ആചാര്യ ഉപദേശം ഉണ്ടായിരിക്കണം. അതായത് ആചാര്യനുണ്ട്, അതുകൊണ്ട് പൂജിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആചാര്യൻ. അപ്പം ഈ പലപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആചാര്യനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പൂജാമുറി വെച്ച് പൂജിക്കണം. എന്നിട്ട് എന്താ, ഈ ആചാര്യൻ പിന്നെ പുറത്ത് പോകാതിരിക്കാൻ വീട്ടിൽ വളർത്തുന്ന പൂച്ച പോലെ, ചുരുക്കത്തിലെന്ന് പറഞ്ഞാൽ പുറത്ത് പോകാതിരിക്കാൻ പൂജാമുറിക്കകത്ത് വെച്ച് പൂട്ടിയിട്ട് വെക്കണമെന്ന് പറഞ്ഞു. വേറെ ആരോടും പിന്നെ ഒന്നും പറയാൻ പാടില്ല, വേറൊരിടത്തും വേറെ ആരും നോക്കി ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സ്വകാര്യ സ്വത്താക്കി മാറ്റുന്ന തരത്തിലുള്ള ആചാര്യന്മാർ പലർക്കും ഉണ്ട്. അങ്ങനെയുണ്ട്, ഒരു ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അതൊരു അതിൽ കൂടെ ഒരു ഇമോഷണൽ ഇഷ്യൂസൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി, വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരും, അത് മാത്രം കഴിച്ചാൽ മതി, ഞാൻ തരുന്ന ഡ്രസ്സ് എടുത്താൽ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആചാര്യം. ഒരുപാട് ആചാര്യന്മാർക്ക് അങ്ങനെയുണ്ട്. ഇപ്പോൾ ആചാര്യന്മാരുടെ കുറ്റമല്ല, അല്ലെങ്കിൽ ഡിവോട്ടീസിൻ്റെ, അവരൊക്കെ ഡിവോട്ടീസാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പൂജിക്കാൻ അവർക്കൊരു വിഗ്രഹം വേണം. അതല്ല, ആ വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഗ്രഹമായാലും കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. അതൊരു ദാരു തടി കൊണ്ടുള്ള വിഗ്രഹമായാലും ശരി, മണ്ണുകൊണ്ടുള്ള വിഗ്രഹമായാലും ഇനി അതല്ല ഇതുണ്ടല്ലോ, എന്താണ് പാഷാണ്ടമല്ല, ഖണ്ഡശില, ഇങ്ങനെയൊക്കെയാണ് പറയുമല്ലോ. അപ്പോൾ ഇത് പറഞ്ഞ് ഈ ശിലാകഷ്ണങ്ങളായാലും ചിലപ്പോൾ ഒരു ചെറിയൊരു എന്താണ് ഈ നദിയിൽ പോയി മുങ്ങിയെടുത്തുകൊണ്ട് വന്നൊരു ശില കൊണ്ടുവച്ചു, അതല്ലെങ്കിൽ വിഗ്രഹം തന്നെ ഉണ്ടാക്കി വെച്ചു. ഇങ്ങനെയൊക്കെ അതുപോലെ വെച്ച് പൂജിക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പൂജിക്കുക എന്ന് പറഞ്ഞിട്ട്, കിട്ടിയില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാണ്. ഇമോഷണൽ ഇഷ്യൂസൊക്കെ വന്നിട്ട് പിന്നെ ഈ ആചാര്യനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ മാതിരിയൊക്കെയുള്ള, അല്ലെങ്കിൽ എന്നെ പറ്റിച്ചു, എൻ്റെ സമ്പത്ത് അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ പ്രകടനം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ എന്താണ് ഈ സ്നേഹപ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പുരുഷന്മാരുടെ എന്താണ് ഈ ലവ് അഫെയർ എന്ന് പറയുന്ന മാതിരിയല്ല. ഈ ഒരുപാട് മേഖലകളിലാണ് ഈ സ്നേഹപ്രകടനത്തിൻ്റെ ലെവലൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ഗുരുവിനെ തട്ടിക്കളയുന്ന ശിഷ്യന്മാർ വരെ ഉണ്ടാവും ഈ തരത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് ഈ തമിഴ്നാട്ടിലെ ഈ ശൈവമഠങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ മുഖ്യ ശിഷ്യൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴാണെങ്കിൽ ഒരാളുണ്ടാവും. ഈ ശിഷ്യനായിരിക്കും അടുത്ത ഇത് കിട്ടുന്നത്, ഈ മഠാധിപത്യം കിട്ടുന്നത്. അതുകൊണ്ട് ഈ തല തപ്പിച്ചാൽ എന്നുള്ളൊരു പ്രയോഗം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ തല തപ്പിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖ്യ ശിഷ്യനായിട്ട്, ഈ ഗുരുവിൻ്റെ മുഖ്യ ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മഠം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആശ്രമം പോലെ ഒന്നും ഇല്ലാത്തൊരാശ്രമമല്ല. ഈ മഠം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കണക്കിനാണ്, ഏക്കർ കണക്കിന് സ്ഥലവും പിന്നെ ഈ ബിൽഡിങ്ങുകളും ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെ. ഇനി ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ കിലോ കണക്കിന് സ്വർണവും അതുപോലെ കാശും, പെട്ടിയിൽ അടുക്കി വെച്ചിരിക്കുന്ന കാശും, പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിലിട്ടിരിക്കുന്ന പല സോഴ്സുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു മഠാധീതി എന്ന് പറയാൻ ചില്ലറ ആളൊന്നുമല്ല. ഒരുപാട് ആൾക്കാർ കുറവായിരിക്കും, പക്ഷേ സ്വത്തെന്ന് പറയുന്നത് വലിയ. അപ്പോൾ ഈ ഒരു മഠാധിപതി ആകുക എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം കിട്ടുന്നൊരവസരമാണ്. അപ്പോൾ അത് കാരണം തല തപ്പിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഈ അടുത്ത മഠാധിപതി ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇദ്ദേഹം സൂക്ഷിച്ചോണം. അതായത് മറ്റുള്ളവർ നൽകുന്ന പാല്, മറ്റുള്ളവർ നൽകുന്ന ആഹാരം, ഇതൊക്കെ സൂക്ഷിക്കണം എന്നുള്ളത്. അതേമാതിരിയാണ് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കൽ, പിന്നെ ഒറ്റയ്ക്ക് കുളിക്കാൻ പോകൽ, നദിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ ഒഴുക്കിപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് വാർത്ത വരും. ഇത്രയേ ഉള്ളൂ സംഭവം.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എന്തായാലും പറയുന്നത് ഒരു ഫുഡ് പോയ്സണിങ് ഉണ്ടായി എന്നേ കേൾക്കത്തുള്ളൂ. പുറത്ത് കേട്ട് കഴിയുമ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ കാർ ആക്സിഡൻറ്റ് ഉണ്ടായി, ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാം. ഇങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ലെവലിലാണ്. പണ്ട് കാരണം പോലും എന്താണെന്ന് അറിയത്തില്ല. അദ്ദേഹം ആ കാല സമാധി പ്രാപിച്ചു എന്ന് പറയത്തില്ല, കാരണം സമാധി പ്രാപിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയും സംഭവിക്കും എന്നുള്ളത്. ചിലപ്പോൾ ഗുരുവിനെ തന്നെ തട്ടിക്കളയുന്നു, അത് വേറെ കാര്യം. ഈ എന്താണ് 2 ശിഷ്യന്മാരുടെ കഥയുണ്ടല്ലോ, അതായത് എൻ്റെ കാലിൽ അവൻ തൊട്ടോ, അവൻ തടവിയ. ഗുരു പിന്നെ 2 ശിഷ്യന്മാരില്ലേ, ഈ ശിഷ്യന്മാരുടെ അടുത്ത് കാല് തൊടാൻ കൊടുക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും ക്ലെയിം ചെയ്ത് ഇടത്തേക്കാൽ ഒരാൾക്കും വലത്തേക്കാൽ വേറൊരാൾക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗുരു അറിയുന്നില്ല, ഇവരിങ്ങനെ അവരുടെ സ്വത്താക്കി മാറ്റി എന്നുള്ളത് ഗുരുവിൻ്റെ കാല്. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുത്തൻ വന്നില്ല. അതാണ് ഒരുത്തന് വെളിയിൽ പോയിരുന്നിരിക്കുക. അപ്പം മറ്റേവൻ്റെ അടുത്ത് ഗുരു പറഞ്ഞത് ഈ കാലിന് തടവെന്ന് പറഞ്ഞു. അപ്പോഴത്തെ പറഞ്ഞു അവൻ്റെ കാല് എന്നെക്കൊണ്ട് തടവിക്കുന്നു. ഇവൻ പോയിട്ട് പുറത്ത് പോയിട്ട് ഒരു കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് ഈ കല്ല് വെച്ചിട്ട് ഈ ഗുരുവിൻ്റെ ആ കാലിൽ ഇടിച്ച് പൊട്ടിച്ച്. കാരണം അവൻ്റെ കാലിലാണല്ലോ. അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് മറ്റവൻ കയറി വന്നത്. മറ്റവൻ പറഞ്ഞു, ആഹാ, എൻ്റെ കാലിൽ ഇടിച്ച് ചേർക്കാൻ പറ്റിയ നിനക്ക് ഇത്രയ്ക്ക് നീ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവൻ വേറൊരു കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് ആ കല്ലല്ലെന്ന് തോന്നുന്നു, ഓരോ ലക്കയാന്ന് തോന്നുന്നു, കാരണം അതായിരുന്നു അവന് കിട്ടിയത്. അതുകൊണ്ട് മറ്റേ കാലിന് വെട്ടിയെടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന മാതിരി ഈ പൊസസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആചാര്യനുണ്ടായി എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. ഈ ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യോപദേശം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആചാര്യനെ ആരാധിക്കരുത്, പിന്നെന്താണ്, ആചാര്യ ഉപദേശമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഉപദേശമായിരിക്കണം നമ്മുടെ സ്വന്തമാക്കി വെക്കേണ്ടത്, അല്ല ആചാര്യനില്ല, ഉപദേശം. അപ്പോൾ എന്തായിരിക്കണം ഉപദേശം? ഈ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ രഹസ്യോപദേശം, മന്ത്രോപദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വർഷത്തിലൊരിക്കൽ കാതിൽ മറ്റാരും കേൾക്കാതെ ഇങ്ങനെ കടിച്ചു പറിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറയുന്നതല്ല ഉപദേശം. അതിങ്ങനെ വേറൊരു മന്ത്രോപദേശം എന്ന് പറഞ്ഞിട്ട് അതും കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ. അപ്പം അതല്ല, അങ്ങനെയൊക്കെയുള്ളത് കൊള്ളാം, അതൊക്കെ ഓരോന്നും കൊണ്ട് നടക്കട്ടെ, അതിനൊക്കെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തെറ്റെന്നൊന്നും പറയാനില്ല. പക്ഷേ അതൊന്നും അല്ല ഇവിടെ വേണ്ടത്. ഇത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര പഠനം. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ വാക്ക് കിടക്കുന്നത്, ശാസ്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായ ഡെഫിനിഷനുണ്ട്. ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മന്ത്രസിദ്ധി ലഭിക്കാൻ വേണ്ടി നടത്തുന്ന അതും ശാസ്ത്രം തന്നെയാണ്. അതേമാതിരി പലതും ഉണ്ട്. ഇപ്പം ഓരോരോ ഉപാസനകളുടെ ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രങ്ങളൊന്നും അല്ല ഇവിടുത്തെ ശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വേദാന്ത ശാസ്ത്രം മാത്രമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ ഉപാസനാശാസ്ത്രമോ അല്ലെങ്കിൽ കർമ്മശാസ്ത്രമോ ഒന്നുമല്ല. ഇതൊക്കെ ശാസ്ത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ കൂട്ടിക്കുഴയരുതെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ വേണ്ടതെന്ന് പറയുന്നത് പ്രസ്ഥാനത്രയം. അതാണ് ഇവിടുത്തെ ശാസ്ത്രം. ഏതൊക്കെയാണ് പ്രസ്ഥാനത്രയം? ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം. ഇതാണ് ഇതിൽ നിൽക്കണം എന്ന്. പിന്നെ അത് കഴിഞ്ഞാൽ ഇതെന്താണെന്നുള്ളത് കുറച്ച് ലളിതമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന പ്രകരണ ഗ്രന്ഥങ്ങൾ. ശങ്കരാചാര്യ കൃതികളായിട്ടുള്ള അപരോക്ഷാനുഭൂതി, ഇങ്ങനെയൊക്കെയുള്ള ടെക്സ്റ്റുകൾ. ശങ്കരാചാര്യൻ്റെ അല്ലേ അപരോക്ഷാനുഭൂതി? പിന്നെ വേറെ ആദിശങ്കരാചാര്യരുടെ അല്ലാതെ തന്നെ വേറെ വിദ്യാരണ്യസ്വാമികളുടെയൊക്കെ കൃതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പരമ്പരയിലുള്ള ആചാര്യന്മാരുടെയൊക്കെ ആ കൃതികളൊക്കെ അതിന് ഒരേ ഇത് പ്രസ്ഥാനത്രയത്തിനോട് ഇത് ഭാഗമായിട്ടുള്ളതാണ്. പ്രസ്ഥാനത്രയത്തിന് വേണ്ടി, പ്രസ്ഥാനത്രയം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഗീതയിലെ ഈ പറഞ്ഞിരിക്കുന്ന ശ്ലോകം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വ്യാഖ്യാനമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് കൃതികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ കൃതികളൊക്കെയും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രാചാര്യ ഉപദേശം. അപ്പം ശാസ്ത്രവുമായി ആചാര്യനുമായി ഉപദേശവുമായി. അപ്പോൾ ഒന്ന് കേട്ടത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ലെന്ന്. അപ്പോൾ ഇതെല്ലാം കൊണ്ടായി. എന്നിട്ടെന്താ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞത് ന്യായം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അതായത് ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകം കാണിക്കണം എന്നുള്ളത്. അതായത് അതിന് ന്യായ വിചാരം എന്ന് പറയും.
ശാസ്ത്രാചാര്യ ഉപദേശ ന്യായം, അങ്ങനെ ആ വിവേകജ്ഞാനം അവിടെ കൊണ്ടുവരണം. വിചാരം, ന്യായം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തുകൊണ്ട് വേർതിരിച്ചുള്ള അറിവുണ്ടാവണം. എന്നിട്ട് അത് സംസ്കൃതം, ന്യായ സംസ്കൃത ആത്മാവാകണം. സംസ്കൃത ആത്മാവെന്ന് പറഞ്ഞാൽ സംസ്കരിച്ച അന്ധകരണത്തോടു കൂടിയ, ഇവിടെ ആത്മാ എന്ന് പറഞ്ഞാൽ അന്ധകരണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രവിചാരം കൊണ്ട്, ശാസ്ത്രവിചാരം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം കേട്ട് പഠിച്ചു എന്നതുകൊണ്ട് ശാസ്ത്രവിചാരമായില്ല. പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് പോലെ ആയിട്ടുള്ളൂ. അത് പഠിച്ചു. ഗീതാശ്ലോകം പഠിച്ചു, അതിൻ്റെ അർത്ഥവും പഠിച്ചു. അന്വയിക്കാനും പഠിച്ചു. വാക്കർത്ഥം പഠിച്ചു, വാക്കർത്ഥവും പഠിച്ചു. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നോട്ട് ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നോട്ടുണ്ട്. അതങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു. ആ നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ വേണം, ഇച്ചിരി മാറിപ്പോയാലും കുഴപ്പമില്ലാത്ത തരത്തിൽ പറയാനും പഠിച്ചു. ആയോ? അത് വിചാരമായില്ല. അതല്ല, അതത്രയും പഠിക്കാൻ വേണ്ടുന്ന ഒരു സാഹചര്യം മാത്രമാണ്. അത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് ഈ റൈറ്റിംഗ് പാഡും പേപ്പറും പെന്നും എല്ലാം കൊടുക്കുന്നത് പോലെ ഉള്ളൂ. നമുക്ക് മനസ്സിന് ഈ ശബ്ദങ്ങളെല്ലാം ഇട്ടുകൊടുത്തു, വാക്കിൻ്റെ അർത്ഥങ്ങൾ കൊടുത്തു, സംബന്ധിപ്പിക്കേണ്ടുന്നതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ കൊടുത്തു, എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തു മനസ്സിന്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരം ചെയ്യണം. ആ വിചാരം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ തന്നെ അത് ഇരുന്ന് ചെയ്യണം. അങ്ങനെ ഇരുന്ന് ചെയ്തെങ്കിൽ മാത്രമേ ഈ ന്യായ എന്ന് പറയുന്നതുമായിട്ട് യോജിക്കത്തുള്ളൂ. അത് ശാസ്ത്രോപദേശ ന്യായ സംസ്കൃതാത്മാന. കാരണം ഈ ന്യായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യുക്തി വിചാരം, അത് യുക്തിയാണ് ന്യായം എന്ന് പറഞ്ഞിരിക്കുന്നത്. ന്യായം എന്ന് പറയുന്നത് യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു തകരാറ്. ഇതാണ് യുക്തി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇന്നത്തെ കാലത്തെ യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പണ്ടേ നമ്മൾ പറഞ്ഞിരിക്കുന്ന യുക്തിയാണ് ഇവർ പറഞ്ഞു നടക്കുന്ന യുക്തി എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പറയുന്ന ആൾക്കാരുടെ യുക്തി അല്ല യുക്തി. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നത്തെ ആൾക്കാരുടെ പറയുന്ന യുക്തി എന്ന് പറയുന്നത് ഭൗതികവാദമാണ്, അല്ലാതെ ആ യുക്തി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന യുക്തി. ഇവിടെ യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊന്നിനോട് സംബന്ധിപ്പിക്കാനുള്ള ശേഷിയാണ് യുക്തി എന്ന് പറയുന്നത്. അതാണ് ഈ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നിൻ്റെ കാര്യത്തെയും കൊണ്ട് കാരണത്തെ അനുമാനിച്ചെടുക്കുക, കാരണം കൊണ്ട് കാര്യത്തെ അനുമാനിച്ചെടുക്കുക. ഈ കാര്യകാരണ സംബന്ധം കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രോസസ്സാണ് ഈ യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുതന്നെയാണ് ന്യായം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ നമുക്ക് ഇന്നത്തെ കാലത്തെ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടന്നിട്ട് ഈ യുക്തി ഇതാണ് ന്യായം, ഇതുകൊണ്ടാണ് ഇത് പണ്ടേ തന്നെ ഭഗവാൻ പറഞ്ഞ വേദാ വിമർശ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ച് വേണം പഠിക്കാൻ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് പഠിക്കണമെന്നുണ്ട്. കുറ്റം പറഞ്ഞ് പഠിക്കാനല്ല വിമർശ്യ എന്ന് പറഞ്ഞാൽ ആലോചിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ കുറ്റം പറയാനല്ല പറഞ്ഞത്. ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംബന്ധം കാണാനാണ് ഈ ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ശാസ്ത്രാചാര്യോപദേശ ന്യായ സംസ്കൃതാത്മാനഃ ന ഭവതി അഹങ്കാര. അങ്ങനെയുള്ള വ്യക്തിക്ക് അഹങ്കാരം ഉണ്ടാകുന്നില്ല. അപ്പം ഇവിടെ ആദ്യം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണല്ലോ ഇത് തുടങ്ങിയത്. അഹങ്കാരം പോകാൻ എന്ത് ചെയ്യണം? അഹങ്കാരം പോകാൻ ഈ പറഞ്ഞത് അങ്ങനെയുള്ള വ്യക്തിക്ക് അഹങ്കൃത, അങ്ങനെയുള്ള വ്യക്തിക്കാണ് യസ്യ നാഹങ്കൃത ഭാവ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബുദ്ധിർ യസ്യ അഹങ്കൃത ബുദ്ധി ഭാവന അഹം തു തത് കേവലഃ ബുദ്ധി അന്ധക്കരണം യസ്യ ആത്മനഃ ഉപാധിഭൂത ന ലിപ്യത്തെ എന്ന്. ബുദ്ധിർ യസ്യ ന ലിപ്യത്തെ എന്ന് പറഞ്ഞാൽ, അപ്പം ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മനഃ ഉപാധിഭൂത എന്ന്. ബുദ്ധി ആത്മാവിൻ്റെ ഉപാധി എന്ന് പറഞ്ഞാൽ, ആത്മാവിൻ്റെ ഉപാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ അഹം എന്നതിൻ്റെ ഉപാധിയാണ് ബുദ്ധി. ഈ അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഉപാധിക്കനുസരിച്ച് അഹം നിൽക്കുന്നു എന്നുള്ളതാണ് സംഘം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സത്വ ബുദ്ധിയാണെങ്കിൽ അതനുസരിച്ച് സാത്വികനായിട്ട് അഹം നിൽക്കുന്നു. രാജസ ബുദ്ധിയാണെങ്കിൽ അതനുസരിച്ചിട്ട് രാജസനായിട്ട് അഹം നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ സംഘം, അതാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഘം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധി യസ്യ ന ലിപ്യത്തെ എന്നാണ് പറഞ്ഞത്. തസ്യ ബുദ്ധി നാസ്തി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, യസ്യ ന ലിപ്യത്തെ എന്ന്. അപ്പം സാത്വിക ബുദ്ധിയോട് സംഘം ഇല്ലാത്തവനാകുന്നു എന്നാണ്. അല്ലാതെ സാത്വിക ബുദ്ധിയോട് സംഘം വെക്കുകയും രാജസ താമസ ബുദ്ധികൾ ഇല്ലാതാക്കുകയും ചെയ്തവനെന്നല്ല. സാത്വിക ബുദ്ധിയോട് സംഘമില്ലാത്തവൻ, രാജസ ബുദ്ധിയോട് സംഘമില്ലാത്തവൻ, താമസ ബുദ്ധിയോട് സംഘമില്ലാത്തവൻ. കാരണം ഇതുങ്ങളെ നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നന്നാവത്തില്ല എന്നുള്ളത് പണ്ട് തൊട്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ചിലത് അങ്ങനെയാണ്, ചിലത് ജന്മഗുണമെന്ന് പറയുന്നത് മാതിരി, ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ശരിയാക്കത്തില്ലാത്ത ഒരു ഭാഗം ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് അതിൻ്റേതായിട്ടുള്ള തരത്തിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഏതായത് ശരീരം, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ശിക്ഷണം കൊടുത്ത് അതിനെ ഒരു രീതിയിൽ കൊണ്ട് നടക്കാം എന്നുള്ളതല്ലാണ്ട് അതുകൊണ്ട് ഇനി അത് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്തിനേയും വേണേൽ വിശ്വസിക്കാം, അവനവൻ്റെ മനസ്സിനെ മാത്രം വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യതാണ്. എന്തിനെ നമുക്ക് മറ്റൊരാളെ വാക്കിനെ നമുക്ക് പിന്നെയും വിശ്വസിക്കാം, അത്രയും വിശ്വാസം പോലും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ മേഖലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ആ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഇങ്ങനെയാണ്, പണ്ടേ ഇങ്ങനെയാണ്. കാരണം നമുക്കറിയാവുന്ന മനസ്സെന്ന് പറയുന്നത് ഈ ജന്മത്തിൽ തുടങ്ങിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്ത് ശീലമുള്ള ഒരു മനസ്സ് മാത്രമാണ് നമുക്കറിയാവുന്ന മനസ്സ്. പക്ഷേ ഇവനൊരു വലിയൊരാളാണെന്ന്, വലിയൊരു പുള്ളിയാണ് ഇവന് പണ്ടേ ഉള്ള ഒരു വയസ്സൻ മനസ്സാണ്. ഈ വയസ്സൻ മനസ്സൊരു കുട്ടിയുടെ രൂപത്തിൽ, അതായത് നമ്മുടെ പ്രായത്തിൽ, ഈ ശരീരത്തിൻ്റെ പ്രായത്തിൽ നമുക്കൊപ്പം നടന്നിട്ട് നമ്മളെ പറ്റിക്കുന്നു എന്നുള്ള, ഞാനും നീ ഒപ്പമാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു മനസ്സാണുള്ളത്. പക്ഷേ ശരിക്കും നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ചില മാന്ത്രിക നോവലുകളിലേക്ക് ചിലപ്പോൾ കൂടെ നടക്കുന്ന ചെറുപ്പക്കാരി ഒരു പഴയ ഒരു 100 വർഷം 150-200 വർഷമായിട്ടുള്ള ഒരു മന്ത്രവാദിനി പറഞ്ഞിട്ട് ഉടനെ തന്നെ ഈ മന്ത്രജലം തളിച്ചപ്പോഴത്തേക്ക് ഉടനെ മന്ത്രവാദിനി ശരിക്കുള്ള രൂപത്തിലേക്ക് വന്ന് കൂനിക്കൂടി ഒരു രൂപമൊക്കെ എന്ന് പറഞ്ഞ മാതിരിയുള്ളൊരു പഴയ മനസ്സാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ മനസ്സിനെ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ സമയം അതിൻ്റെ പിന്നാലെ കളയേണ്ട കാര്യമില്ല എന്നുള്ളത്. പിന്നെന്താ വേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ശാസ്ത്രാചാര്യ ഉപദേശ ന്യായ സംസ്കൃതാത്മാനം. നമ്മളിതിനെ നന്നാക്കാൻ പോയാൽ നന്നാവത്തില്ല. പിന്നെ ആരാ നന്നാക്കേണ്ടത്? ശാസ്ത്രം, ആചാര്യോപദേശം, ന്യായ വിചാരം, ഇത് നന്നാക്കിക്കോളും. അപ്പം നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകണം, അല്ലാതെ ഇതിൻ്റെ പിന്നാലെ പോകണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ബുദ്ധി അന്ധക്കരണം യസ്യ ആത്മനഃ ഉപാധിഭൂത ന ലിപ്യത്തെ ന അനുശായിനി ഭവതി. അതുകൊണ്ട് അങ്ങനെ ഈ മനസ്സിനനുസരിച്ച് പോവാത്തതായ വ്യക്തി, ആ വ്യക്തിയാണ്, അല്ലെങ്കിൽ ബുദ്ധിക്കനുസരിച്ച് പോകുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ബുദ്ധി ന ലിപ്യത എന്നുള്ള പ്രയോഗം. ബുദ്ധി യസ്യ ന ലിപ്യത്തെ, യാതൊവിനെ ബാധിക്കുന്നില്ലയോ. പിന്നെ അതിപ്പം നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അവനവൻ്റെ കഴിവിനെയോ കഴിവില്ലായ്മയോ വിലയിരുത്താൻ വേണ്ടുന്ന സമയമല്ല ഇതെന്ന്. കാരണം അങ്ങനെ നമ്മുടെ ബുദ്ധി പോവരുത് എന്നുള്ളതിനാണ് ആദ്യത്തെ വരി പറഞ്ഞത്. എന്താണ്? ശാസ്ത്രാചാര്യോപദേശ ന്യായ സംസ്കൃതാത്മ എന്നുള്ള പ്രയോഗത്തിൽ കാണിച്ചു തന്നതെന്ന് പറയുന്നത്, നമ്മൾ നോക്കേണ്ടത് ശാസ്ത്രപഠനത്തിൽ, ആചാര്യാനുസൃതമായ ശാസ്ത്രപഠനത്തിൽ, അതല്ലാതെ മറ്റൊരു രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കിപ്പം ആചാര്യാനുസൃതമായ ശാസ്ത്രപഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയുന്നത് കേൾക്കണമെന്നുള്ളതാണോ? അതല്ല ഉദ്ദേശിക്കുന്നത്. ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കണം ശങ്കരാചാര്യർ എന്നുള്ളത്. അപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഭാഷ്യത്തിനെ അങ്ങനെ തന്നെ പിന്തുടർന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആചാര്യോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഒതുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും സേഫ് എന്ന് പറയുന്നത്.
അല്ലാതെ ഇപ്പം നമുക്ക് ഈ വ്യക്തികൾ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടാവും. ആ വ്യക്തികളുടെ ആ സമയത്തെ ബുദ്ധിയുടെ ശേഷി പോലെ ഇരിക്കത്തുള്ളൂ. പക്ഷേ ആ തെറ്റുകൾ ശാസ്ത്രമാവത്തില്ല. അപ്പോൾ അതല്ല നമ്മളുടെ വ്യക്തികളുടെ വാക്കുകളല്ല ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവർ ഈ എന്താണ് ഈ അവരതിനെ ഒന്ന് വിശദീകരിക്കാൻ ഒരു ശ്രമം നടത്തുന്നത് മാത്രമേ ഉള്ളൂ വ്യക്തികൾ. പക്ഷെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അല്ല ആചാര്യ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രങ്ങൾക്കും ശ്ലോകങ്ങൾക്കും ഒക്കെ ഈ ശങ്കരാചാര്യ ഭാഷ്യം എന്നുള്ളത് അതൊരു പോയിന്റ് നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. അങ്ങനെ വെച്ചുകൊണ്ട് വേണം നോക്കാൻ. ഈ ഭാഷ്യം നമ്മളായിട്ട് തന്നെ പഠിക്കാൻ ശേഷി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ക്ലാസ്സുകളിലൂടെ നമ്മുടെ ഒരു ലെവലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഷ്യം വായിച്ചാൽ മതിയാകും നമുക്ക് അർത്ഥം മനസ്സിലാകാൻ. അപ്പം അങ്ങനെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനം നമ്മൾ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങനെ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലയോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പഠനം ആ തരത്തിലേക്ക് മാറ്റണമെന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ വേറെ നല്ല അർത്ഥം. അപ്പം അതുകൊണ്ടാണ് ഈ ബുദ്ധിയെ നമ്മൾ അധികം ബോധർ ചെയ്യേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഉപാസന കൊണ്ട് നന്നാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞില്ലേ, ഇത് നന്നാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ബുദ്ധിയെ നമുക്ക് വെക്കേണ്ട കാര്യമില്ല. ഇത് നന്നാക്കിയിട്ട് ഇപ്പം എന്ത് ചെയ്യാനാന്ന് പറയാം. നമുക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ നന്നാക്കിയാൽ പോരെ, അതാണ്. വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇതും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുണ്യം കിട്ടും. പുണ്യം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ജന്മം നന്നായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത ജന്മം നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ഇപ്പോഴത്തെ ജന്മത്തിന് എന്താ കുഴപ്പം? ഇപ്പോഴത്തെ ജന്മം പോക്കാണ്, നന്നായില്ല. അതുകൊണ്ട് അടുത്ത ജന്മം നന്നാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മം കിട്ടിയ ജന്മം നന്നാക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അടുത്ത ജന്മം എന്ന് പറയുന്നത് നമ്മളിനി അടുത്ത ജന്മത്തിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. അടുത്ത ജന്മം എന്ന് പറയുന്ന ഒന്നില്ല എന്നുള്ളതാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത്രയേ ഉള്ളൂ. അതായത് ഉണ്ടെന്ന് വിചാരിച്ചാൽ ഉണ്ടാകുന്നതും ഇല്ലയെന്ന് വിചാരിച്ചാൽ ഇല്ലാതാകുന്നതല്ല. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം എന്നതാണ്. ഇപ്പം ഇത് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങളാണ്. ഈ പറഞ്ഞിരിക്കുന്ന ന്യായമൊക്കെയാണത്. എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. അതുകൊണ്ട് അർജുന നിനക്കെന്താ കുഴപ്പമെന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഇനിയിപ്പം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന, ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും, അതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം, എന്താ നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കണം. അതായത് നമ്മൾ അയ്യോ ഞാൻ ജനിച്ചു പോയല്ലോ, ഇനിയിപ്പം മരിക്കുമല്ലോ, മരിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇനി ഞാൻ വീണ്ടും ജനിക്കുമല്ലോ, മരിച്ചാൽ ജനിക്കും, ജനിച്ചാൽ മരിക്കും, അത് നമ്മുടെ പ്രശ്നമാണ് അല്ല എന്നുള്ളത്. അപ്പം പിന്നെ നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി വേണം, വ്യക്തത വേണം. അതായത് മറ്റുള്ളവർ നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നതാണ് ശരി എന്ന് തോന്നിപ്പോകരുത് എന്നുള്ളത്. ആര് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പേര് ഒന്നിച്ചു എന്ന് പറയട്ടെ, നമുക്ക് ശരിയെന്നുള്ളതിന് പറയാൻ വേറെ ആരുമില്ലെങ്കിൽ കൂടിയും നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം, നമ്മൾ പറയുന്നതാണ് ശരി എന്നുള്ളത്. എങ്കിൽ നമുക്ക് ശാസ്ത്രം അറിയാമെന്ന്. ഇതാണ് അതിൻ്റെ ലക്ഷണം. അല്ലാതെ 1000 പേര് പറയുന്നു അതുകൊണ്ട് അവർ പറയുന്നതാണ് ശരി എന്നുള്ളത്. അവർ പറയുന്നത് ശരി അവർക്ക്, ഇത്രയേ ഉള്ളൂ നമ്മൾ വിചാരിക്കേണ്ടത്. പിന്നെ അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവരത് ശരിയെന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ അവരുടെ അടുത്ത് പറയാൻ പോകണ്ട. കാരണം നമ്മുടെ ശരീരത്തെ രക്ഷിക്കാൻ നമുക്ക് ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പോകാവൂ. നമ്മുടെ ശരീരത്തെ രക്ഷിക്കാൻ 1000 പേരോട് ഏറ്റുമുട്ടാൻ നമുക്ക് ശേഷിയില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങ് വിട്ടേക്കണം. പണ്ടത്തെ ഋഷിമാർക്ക് ശേഷി ഉണ്ടായിരുന്നു. 1000 പേരല്ല 10,000 പേര് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഈ അഗസ്ത്യ മഹർഷി മാതിരിയുള്ളവരുടെ കാര്യത്തിൽ ഇവിടെ തന്നെ ഈ ജലമെടുത്തു, മന്ത്രം ജപിച്ചു, തളിച്ചു കഴിയുമ്പോൾ അവരെല്ലാവരും അങ്ങ് ഇത് പോയി. അല്ലെങ്കിൽ കപില മഹർഷിയുടെ മാതിരി ഭസ്മമായി പോകും. അത് അന്നത്തെ കാലം. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കേ ഉള്ളൂ. 1000 പേര് ശത്രുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് പോകണ്ട, നമ്മൾ നമ്മുടെ വഴിക്ക് വേറെ വഴിക്ക് വഴി മാറിപ്പോയേക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഹത്വാപി സ ഇമാൻ ലോകാൻ ന ഹന്തിന നിബധ്യത ഇൻ കേസ്, ഇനി ഇദ്ദേഹം എന്തെങ്കിലും ചെയ്തെങ്കിൽ, അതാണ് ആ ചെയ്തെങ്കിൽ എന്നുള്ളതിന് ഭഗവാൻ ഇവിടെ എപ്പോഴും ഈ പ്രഥമമല്ല ന്യായം ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ പ്രഥമമല്ല ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് 1000 പേര് എടുത്ത് ഓരോരുത്തരായിട്ട് നമ്മൾ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി വരുന്നില്ല. പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഥമമല്ലനെ വീഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ മുഴുവനും നമ്മൾ കീഴ്പ്പെടുത്തിയതിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിനെ ഒരു ആക്രമിക്കാൻ വന്ന ശത്രുപട, ഒരു സൈന്യത്തെ മുഴുവനും നമ്മൾ ഓരോരുത്തരെയായിട്ട് കൊല്ലാൻ പോകണ്ട. പകരം ആ സൈന്യത്തിൽ രാജാവാണ് മുഖ്യമെന്നുണ്ടെങ്കിൽ രാജാവിന്, അല്ലെങ്കിൽ രാജാവ് ഇവിടെ ഇല്ല പടത്തലവനാണുള്ളതെന്നുണ്ടെങ്കിൽ
പടത്തലവനെ വീഴ്ത്തിയാൽ അതോടുകൂടി പിന്നെ പടയില്ല, പിന്നെ പട ജയിച്ചു, അത്രയേ ഉള്ളൂ. അതുപോലെ അതിനെയാണ് പറയുന്നത് പ്രഥമമല്ല ന്യായം എന്ന് പറയും. ഒരുത്തൻ ഇപ്പം ഈ ലോകജേതാവിനുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഈ ലോകജേതാവ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ആ ആളിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ഈ കീഴ്പ്പെടുത്തവനാണ് അടുത്ത ലോകജേതാവ്. ലോകജേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ മല്ലന്മാരും പറഞ്ഞ് ചെറുപ്പക്കാരനോട് നേതൃത്വം വിളിച്ചു പറയുകയാണ്, നീ അവനെയല്ലേ കീഴ്പ്പെടുത്തിക്കൊള്ളു, എന്നെ അടിക്ക് വീഴ്ത്തള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ 10,000-കണക്കിന് ആൾക്കാരുണ്ടാവും. പക്ഷെ അവരൊന്നും വീഴ്ത്തേണ്ട കാര്യമില്ല, അവരുടെ പിന്നാലെ പോകരുതെന്ന്. അതാണ് അതിൻ്റെ കാര്യം. ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പോകരുത്. അത് പറയുന്ന അവൻ ചിലരോട് നമ്മൾ പറയണം, നിങ്ങൾക്ക് മറുപടി തരേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയാൻ നമുക്ക് നമ്മുടെ മനസ്സിലെങ്കിലും പറയാൻ നമ്മൾ ശേഷിയുണ്ടായിരിക്കണം. ആ സമയത്ത് വരുമ്പോൾ നമ്മൾ കാലാവസ്ഥ ഇന്ന് മഴയാണോ എന്ന് ചോദിച്ചു അങ്ങ് പറഞ്ഞ് വിട്ടേക്കണം. അപ്പോൾ അതാകുമ്പോൾ അവർക്ക് പ്രശ്നമില്ല, കാരണം അവർക്ക് മനസ്സിലാകുന്ന ഭാഗം അതേ ഉള്ളൂ. അല്ലെങ്കിൽ രാഷ്ട്രീയം പറയണം, അതവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയമാണ്. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധാ കർമ്മചോദന കരണം കർമ്മകർത്തേരി ത്രിവിധ കർമ്മസംഗ്രഹ. വിട്ടുപോയില്ലല്ലോ ശ്ലോകത്തിലല്ലേ. ഹത്വാപി എന്ന ഇമാൻ ലോകാൻ, ഈ ലോകത്തിലെ ഹത്വാപി കൊന്നാലും, ഇമാൻ ലോകാൻ ഈ ലോകങ്ങളെ, ലോകരെ എന്നർത്ഥം, ഇവിടെയുള്ള ജനതയെ, ഇപ്പോൾ ലോകാൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വ്യക്തികളെ കൊന്നാൽ പോലും ന ഹന്തി കൊല്ലുന്നില്ല എന്ന്. സഹ ന ഹന്തി എന്ന് ഏകവചനത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. സഹ നഹ ന ഹന്തി, അവൻ കൊല്ലുന്നില്ല. ഇത് ദ്വിതീയ ഗണത്തിലാണ്. ഇപ്പം ഹന്തി എന്നുള്ള പ്രയോഗം ഏകവചനമാണ്. ഹന്തി ഹതഹ ഘ്നന്തി, ഇങ്ങനെയാണ് ഇതിൻ്റെ രൂപം പോകുന്നത്. ഭവതി ഭവതഹ ഭവന്തി എന്ന് പറയുന്ന പോലെ ഇവിടെ പോകുന്നത് ഹന്തി ഹതഹ ഘ്നന്തി. നിബദ്ധ്യത, നവനിബദ്ധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ കർമ്മബന്ധം എന്ന് പറയുന്നുണ്ടല്ലോ, അതുണ്ടാവുന്നില്ല. അതുകൊണ്ട് നിബദ്ധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധിക്കപ്പെടുന്നില്ല. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന കരണം കർമ്മകർത്തേതി ത്രിവിധ കർമ്മസംഗ്രഹ. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന. കർമ്മചോദന ത്രിവിധ, കർമ്മത്തിനെ ചോദിപ്പിക്കുന്നത്, ചോദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുന്നത് എന്നാണ്. അതാണ് ചോദന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഇപ്പം വേദത്തെ സംബന്ധിച്ചിട്ടൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം, വേദം ഒരു വ്യക്തിയെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഇത് ഇപ്പം ഇവിടെ ഈ വാക്ക് വന്നുകൊണ്ടാണ് പറയുന്നത്, ചോദന എന്നുള്ള വാക്കുകൊണ്ട് വന്നുകൊണ്ട് മാത്രം പറയുന്നതാണ്. സന്ദർഭവശാൽ പറയുന്നതാണ്, ഇത് ഈ ശ്ലോകവുമായിട്ട് ബന്ധമുള്ളതല്ല. ചോദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നർത്ഥം. അതുകൊണ്ട് ശാസ്ത്രം ഇപ്പം എന്താണ്, ഈ ശാസ്ത്രം ഒരു വ്യക്തിയോട് പറയുന്നു, നീ അത് ചെയ്യണം എന്ന്. ഓരോ കർമ്മങ്ങളും നീ അത് ചെയ്യണം. രാവിലെ ഉണർന്നിട്ട് ഈ സന്ധ്യാവന്ദനം ചെയ്യണം എന്നുള്ളത്, പ്രാതസന്ധ്യ ചെയ്യണം, മധ്യാഹ്ന സന്ധ്യ ചെയ്യണം, സായം സന്ധ്യ ചെയ്യണം. ഇങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ വൈദിക കർമ്മങ്ങളുടെ ശാസ്ത്രം, അതായത് കർമ്മശാസ്ത്രത്തിൻ്റെ നിലപാട്. അപ്പം വൈദികമായിട്ടുള്ള കർമ്മങ്ങളുടെ ശാസ്ത്രത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൂർവ്വമീമാംസ എന്ന് പറഞ്ഞത്. പൂർവ്വമീമാംസ എന്ന് പറഞ്ഞാൽ ജൈമിനി മഹർഷിയുടെ പൂർവ്വമീമാംസ ഉണ്ടല്ലോ, ആ പൂർവ്വമീമാംസ അല്ലെങ്കിൽ കർമ്മശാസ്ത്രം. അപ്പോൾ ആ ശാസ്ത്രത്തിൻ്റെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം കർമ്മം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നത്. അതുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്ന വേദമാണ്. അപ്പം അതിനെ ചോദക സംബന്ധം എന്ന് പറയും. ഈ വേദത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചോദക സ്ഥാനത്താണ് നിൽക്കുന്നത്. ചോദകം എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുന്ന സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന്. അതായത് കർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ശങ്കരാചാര്യർ
അത് ചോദ്യചോദക സംബന്ധമല്ല വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്, പകരം ബോധ്യബോധക സംബന്ധമാണ് എന്ന് സ്ഥാപിക്കുന്നു. ബോധ്യബോധക സംബന്ധം എന്ന് പറയുന്നത് അവിടെ ബോധ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോധിപ്പിക്കുക മാത്രമേ ശാസ്ത്രം ചെയ്യുന്നുള്ളൂ, പ്രേരിപ്പിക്കുന്നില്ല എന്ന്. എന്താ? കർമ്മം ചെയ്യാൻ കർമ്മത്തിൻ്റെ അധികാരിയായിട്ടുള്ളവൻ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ ശാസ്ത്രം ബോധിപ്പിച്ചിട്ടല്ല അവൻ കർമ്മം ചെയ്യുന്നത്, പകരം അവൻ അവനെ തന്നെ കർത്താവായിട്ട് കണ്ടതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കർത്താവായിട്ട് കാണുന്നവനാണ് പോയിട്ട് ഇപ്പം ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുവന് ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തിയതിന് ശേഷം അവൻ ആലപ്പുഴ എന്ന് പറയുന്ന ബോർഡ് കണ്ടു, ഒരു ബസ്സിൽ കണ്ടു, അവൻ ചാടിക്കയറി. അവൻ ചാടിക്കയറി കഴിഞ്ഞപ്പോൾ ആ ബോർഡ് ഇവനെ ബസ്സിൽ കയറാൻ പ്രേരിപ്പിച്ചു. അതാണ് ഈ ആലപ്പുഴ ബോർഡ് ഈ ബസ്സിൽ കയറാൻ ഇവനെ പ്രേരിപ്പിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയുകയാണ് പ്രേരിപ്പിച്ചുകൊണ്ട് അവൻ ഫോഴ്സ്ഫുള്ളി എന്നുള്ള എൻഗേജ്ഡ് ഇൻ ടു ആൻ ആക്ഷൻ എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ബോർഡ് ഇവനെ ബലമായിട്ട് ആകർഷിച്ച് ആ ബസ്സിനുള്ളിലേക്ക് തള്ളിക്കയറ്റിയതുപോലെ അത് കാരണമാണ്. ആ ബോർഡ് അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവൻ ആ ബസ്സിൽ ചാടിക്കയറുന്നത്. ബോർഡില്ലായിരുന്നെങ്കിലോ എനിക്ക് കയറത്തില്ലായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന ന്യായമുണ്ടല്ലോ. ഇതിനെയാണ് പറയുന്നത് ചോദകം, പ്രേരിപ്പിച്ചു. അപ്പോൾ അവിടെയാണ് ശങ്കരാചാര്യർ പറയുന്നത് ഇത് ബോധ്യബോധകമാണ്. അവനവിടെ പോയത് ലക്ഷ്യത്തോടു കൂടിയിട്ട് എവിടെയെങ്കിലും പോകാനുള്ള ലക്ഷ്യമാണ്. അവൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ആലപ്പുഴയാണെന്നുണ്ടെങ്കിൽ അവൻ പല ബസ്സിൻ്റെ ബോർഡ് വായിച്ചിട്ട് അപ്പം വായിക്കുമ്പോൾ അവന് കിട്ടിയത് അവന് ബോധ്യമായി അവൻ എവിടെയാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെ ആ ഒരു ജ്ഞാനം ഉണ്ടായി. അതാണ് ബോധ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവന് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് അവനെക്കുറിച്ച് അറിയിപ്പിച്ചതാണ് ഈ ബോർഡ്. ആലപ്പുഴയ്ക്ക് പോകുന്ന ബസ്സാണിതെന്ന് അവനെ അറിയിപ്പിച്ചതാണ് ആലപ്പുഴ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ്. അതാണ് ബോധകം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇപ്പം ബോർഡ് എന്താ ചെയ്തത്? ബോർഡ് അവനെ ബോധിപ്പിക്കുക മാത്രമേ ഉള്ളൂ ചെയ്തത്, അല്ലാതെ അവനെ പ്രേരിപ്പിച്ചില്ല എന്ന്. അപ്പോൾ ഇതാണ് ഈ ബോധ്യബോധക സംബന്ധവും ചോദ്യചോദക സംബന്ധവും. വേദം കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ചോദ്യചോദക സംബന്ധം. വേദം കർമ്മത്തെക്കുറിച്ച് ബോധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് അതുപോലെ ആത്മാവിനെയും ബോധിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് ബോധ്യബോധക സംബന്ധം എന്ന് പറയുമ്പം ജ്ഞാനമാണ് എന്നുള്ളതാണ് ലക്ഷ്യം ഇവിടെ വെച്ചിരിക്കുന്നത്. കർമ്മത്തിൻ്റെ കാര്യം മാത്രമല്ല. ഇപ്പോൾ വേദാന്തം പറയുമ്പോൾ അതുകൊണ്ട് അതിനകത്ത് ചേർന്നതാണ്. അതുകൊണ്ട് ബോധ്യബോധക സംബന്ധം ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് സന്ദർഭവശാൽ പറഞ്ഞാണ്. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന. കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജ്ഞാനം 1, 2 ജ്ഞേയം, 3 പരിജ്ഞാത. അതവിടെ നിൽക്കട്ടെ. കർമ്മസംഗ്രഹ എന്ന് പറഞ്ഞിട്ട് അടുത്ത വരി പറയുന്നുണ്ട്. കരണം കർമ്മകർത്തേതി ത്രിവിധ കർമ്മസംഗ്രഹ. കർമ്മത്തിൻ്റെ സംഗ്രഹം. എന്താണ് സംഗ്രഹം? സമ്യക് ഗൃഹ്യത്തെ ഇത് സംഗ്രഹ. എടുക്കുന്നു, സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, ഇതിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഏതിൽ? കർമ്മത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. അതാണ് കർമ്മസംഗ്രഹീയത. കർമ്മസംഗ്രഹ എന്ന് പറഞ്ഞാൽ കർമ്മത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. അതായത് കർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. കർമ്മത്തെ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒന്ന്, കർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് രണ്ടാമത്. ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് തിരിച്ചു. ഇതിനകത്ത് ജ്ഞാനം. അപ്പം ജ്ഞാനം എന്താ? മുമ്പ് പറഞ്ഞില്ലേ, ഈ നമ്മുടെ ബസ്സിലെ ബോർഡ് കണ്ടില്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ് ജ്ഞാനത്തിൻ്റെ സ്ഥാനം. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത. നമുക്ക് ഭാഷ്യം നോക്കാം. ഭാഷ്യം നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി കിട്ടും. ജ്ഞാനം ന്യായത്തെ അനേന ഇതി സർവവിഷയം അവിശേഷേണ ഉച്യത്തെ. സിമ്പിൾ. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായത്തെ അനേന, ഇതിനാൽ അറിയുന്നു എന്ന്. എന്തുകൊണ്ട് നമ്മൾ അറിയുന്നു അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം ന്യായത്തെ അനേന ഇതി സർവവിഷയം അവിശേഷേണ ഉച്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അതാണ് അവിശേഷേണ. അത് ഇതെന്നുള്ള വ്യത്യാസമില്ലാതെ എന്തിനാൽ നമ്മൾ അറിയുന്നു അതിനെ ഒന്നാകെ ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നു. ഹിന്ദി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം. ജിസ്കെ ദ്വാര കൊയ് പദാർത്ഥ ജാന ജായ്. സിമ്പിൾ. എന്തിനാൽ നമ്മൾ അറിയുന്നു അതിനെ ജ്ഞാനം എന്ന് പറയും. ജ്ഞാനം. പിന്നെ ജ്ഞേയം. എന്താ ജ്ഞേയത്തിന് എന്താർത്ഥം? ജ്ഞാതവ്യം. തദപി സാമാന്യേന.
പിന്നെ അറിയേണ്ടത്. ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയേണ്ടത്. ജ്ഞാനം അറിയുന്നതിന് കാരണമാകുന്നത്. 2 അറിയേണ്ടത്. പിന്നെ മൂന്നാമത്തേത് തഥാ പരിജ്ഞാത ഉപാധിലക്ഷണ അവിദ്യാകൽപ്പിത ഭോക്ത ഇതി ഏതത്. മൂന്നാമത്തേതാണ് ജ്ഞാത എന്ന്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു വാക്ക് നോക്കിക്കേ, പരിജ്ഞാത എന്നുണ്ട്. പരിജ്ഞാത എന്ന് പറയുന്നത് സാമാന്യമായിട്ടുള്ള ജ്ഞാത എന്ന് ഉദ്ദേശിക്കും. ആ സാമാന്യമായ ജ്ഞാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, ഈ ജ്ഞാത തന്നെയാണ്. ഉപാധിലക്ഷണ, സ്ഥൂല ശരീരോപാധി, സൂക്ഷ്മ ശരീരോപാധി, കാരണശരീരോപാധി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഉപാധികളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് തന്നെ സംഭവം. ഉപാധിലക്ഷണ അവിദ്യാകൽപ്പിത. അപ്പം രണ്ടാമതൊരു നിർവചനം കൊടുത്തിരിക്കുകയാണ്. ഇത് എവിടുന്നുണ്ടായതാണ്? അവിദ്യാകൽപ്പിത ന സത്യ എന്നുള്ള ഇത് നമ്മൾ അറിയണം. പരിജ്ഞാത എന്ന് പറഞ്ഞാൽ ഏതാ? ഒരു കോമൺ ആയിട്ട് നമ്മൾ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിയേണ്ടത്, ജ്ഞേയം, അറിയാൻ സഹായിക്കുന്നത് ജ്ഞാനം. ഇപ്പം കണ്ടു, ഇത്ര സിമ്പിൾ. എന്തിനെ കണ്ടു? എന്തിനെങ്കിലും കാണട്ടെ, അത് വേറെ കാര്യം. കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പറഞ്ഞ് അപ്പോൾ എന്തിനെ കണ്ടു? അതാണ് ജ്ഞേയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അറിയപ്പെടുന്നത്, വിഷയത്തെ കണ്ടു. പിന്നെ എന്തിനാൽ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കണ്ടു. കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചക്ഷുർ ഗോളകമല്ല ഉദ്ദേശിക്കുന്നത്, ആ ഇന്ദ്രിയശക്തി, ഇന്ദ്രിയശേഷി. അപ്പോൾ ആ കണ്ണിനാൽ കണ്ടു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ പരിജ്ഞാത എന്ന് പറഞ്ഞാൽ കാണുന്നവൻ. അപ്പം നമുക്കൊരു സ്റ്റാറ്റസും കിട്ടി, കാണുന്നവൻ. അപ്പോൾ ഈ കാണുന്നവൻ എന്ന് പറയുന്നതിനെയാണ് ഇവിടെ ഉപാധിലക്ഷണ. അവൻ എവിടുന്നെയാണ്? അവൻ അവിദ്യാകൽപ്പിത. അവൻ സത്യമാണോ അസത്യമാണോ എന്ന് അവനെയാണ് പറഞ്ഞിരിക്കുന്നത് അവിദ്യാകൽപ്പിത. അവൻ അവിദ്യാകൽപ്പൻ ആണ്, അവിദ്യാകൽപ്പിതനാണ്. പിന്നെ ഭോക്തായിതി. അപ്പോൾ നമ്മളിപ്പോൾ ജ്ഞാതാവാണെന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം വിശേഷണം കൊടുത്തിരിക്കുന്നത് ഭോക്ത എന്ന് പറഞ്ഞു. അവനെ ഇത് നമുക്ക് കൺഫ്യൂഷൻ, ഇതാണ് നമ്മൾ ഈ ലിമിറ്റഡായിട്ട് നമ്മൾ ഈ അർത്ഥം വരികൾ മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ജ്ഞാതാ വേറെ ഭോക്താ വേറെ എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കും. ജ്ഞാതാവായിട്ട് നിൽക്കുന്നവൻ ഭോക്താവാണ്, അല്ല വേറെ ഒന്നും പുറത്തുനിന്നൊന്നും വരാനില്ല. അപ്പോൾ ഇവിടെ ഒന്നും തർക്കിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. ഇവിടെ ജ്ഞാതാവല്ല ഭോക്താവ് വേറെ, നിർവചനം വേറെയാണ്. നിർവചനമല്ല വേദാന്തം എന്ന് പറഞ്ഞാൽ. വേദാന്തം നിർവചനത്തിൽ നിൽക്കരുത്. നിർവചനം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിർവചനങ്ങളുള്ളത്. മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഈ നിർവചനമല്ല നമുക്ക് പരമപ്രമാണം എന്ന് പറയുന്നത്. പരമപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജ്ഞാനമാണ്, അത് വേറെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഭോക്താ എന്ന് പറയുന്നത്. പരിജ്ഞാത എന്ന് പറഞ്ഞപ്പോൾ അർത്ഥം കൊടുത്തത് ഭോക്താവെന്ന അർത്ഥം കൊടുത്തു. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തിനു നമ്മളിത് ഭോക്ത എന്നുള്ള അർത്ഥം കൊടുത്തു? പരിജ്ഞാത എന്ന് പറഞ്ഞാൽ ജ്ഞാത എന്നല്ലെങ്കിൽ ബോധ എന്ന് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭേദമാകുമായിരുന്നല്ലോ. ഇതിനാ ഭോക്ത എന്ന് കൊടുത്തത്. അവിദ്യാകൽപ്പിത, അതുകൊണ്ടാണ് ഭോക്ത എന്ന് കൊടുത്തത്. കാരണം അവിദ്യാകൽപ്പിത ജ്ഞാത എന്ന് പറയുന്നത്, വിദ്യാകൽപ്പിത ഭോക്ത എന്ന് പറഞ്ഞാൽ അവിദ്യാകൽപ്പിത ജീവ എന്നേ അർത്ഥമുള്ളൂ. ജീവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഭോക്ത എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. പിന്നെ ജീവൻ എന്നൊരിക്കൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ബേസിക്കായിട്ട് ഭോക്താവാണ്. അതും നമ്മളെപ്പോഴും മനസ്സിലാക്കണം. കർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായ്പ്പോഴും ഉള്ളതല്ല. ഇപ്പം എന്താണ്, ഈ ബ്രഹ്മചാരി കർത്താവായിട്ടല്ല ഗണിച്ചിരിക്കുന്നത്. പിന്നെ ഗൃഹസ്ഥൻ കർത്താവായിട്ട് ഗണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട് കർത്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഒന്ന് കൈ കൊണ്ട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കർത്താവായിട്ടൊന്നും എടുക്കുന്നില്ല. അതൊക്കെ ഒരു പല കാരണങ്ങൾ മുമ്പ് പറഞ്ഞല്ലേ. കർത്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തിന് 5 ഘടകങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ യോജിക്കുന്നു. അപ്പോൾ ന്യായം വാ വിപരീതം വാ എന്ന് പറയുന്നു, അതും യോജിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുരുക്കത്തിൽ ഒന്ന് അവിടെ വ്യക്തമായിട്ടുണ്ടായിരിക്കണം, കർത്ത എന്നുണ്ടായിരിക്കണം. ആ കർത്താവിൻ്റെ സ്ഥാനത്ത് ഭോക്ത എന്ന രീതിയിലാണ് അത് എടുത്തതെങ്കിൽ ഭോക്ത എടുക്കുന്നതും കർത്ത എടുക്കുന്നതും രണ്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ലഡ്ഡു എടുത്തു, ഭോക്താവ് എടുക്കാം, കർത്താവും എടുക്കാം. ഭോക്താവ് എടുത്താൽ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു എന്നേ അർത്ഥമുള്ളൂ. കർത്താവ് എടുത്തു കഴിഞ്ഞാലോ അത് ആവശ്യപ്പെട്ട ഒരുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. ഈ എടുത്തു എന്നുള്ളതല്ല, അതിൻ്റെ പിന്നിൽ എടുത്തത് ഒരേ വ്യക്തി തന്നെയാണ്, പക്ഷേ അതിനകത്തൊരു ചെറിയ വ്യത്യാസം. അപ്പോൾ ഈ വ്യത്യാസമാണ് നമ്മളിവിടെ കാണുന്നത്. അതൊരു കടയിൽ
അല്ലെങ്കിൽ ഈ എന്താണ് സർവീസിന് നിൽക്കുന്നവർ വരുന്നവർക്ക് ഒരെണ്ണം എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു, അതാണ് ഉദ്ദേശിച്ചത്. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത. പരിജ്ഞാതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഭോക്ത ഇത് ഏതത്രയം യേഷാം അവിശേഷേണ സർവകർമ്മണാം പ്രവർത്തിക. ഇത് അവിശേഷമായിട്ട്, അത് സാമാന്യം, അവിശേഷം എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് എല്ലാ കർമ്മങ്ങളുടേക്കും കാരണമായിട്ട് നിൽക്കുന്നു, പ്രേരകമായിട്ട് നിൽക്കുന്നു. പ്രേരകമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ഉണ്ടാവാൻ ഇത് വേണം എന്നുള്ള ഒരു ഹേതുവിൻ്റെ സ്ഥാനമാണ് അവിടെ ഈ പ്രേരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതില്ലെങ്കിൽ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ എന്താണ്, എന്തെങ്കിലും കർമ്മം വേണമെങ്കിൽ ജ്ഞാനം വേണമെന്നുള്ളതാണ്, അതാണ് അതിൻ്റെ ഉദ്ദേശം. ജ്ഞാതാവും വേണമെന്നുള്ളതാണ് ഉദ്ദേശം, അതാണ്. പിന്നെ ജ്ഞേയവും വേണമെന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇതൊക്കെ വേണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കർമ്മചോദന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് കർമ്മചോദന. അപ്പം കർമ്മചോദന അതാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ മുമ്പ് പറഞ്ഞില്ലേ, എടുത്തു എന്ന് പറഞ്ഞില്ലേ, എടുത്തപ്പോൾ ഇതിനകത്ത് കർമ്മമാണോ അത് ഭോഗമാണോ കർമ്മമാണോ എന്നുള്ളത് എടുത്തത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. എന്തിനാൽ അവൻ എടുത്തിട്ട് അവൻ എന്ത് ചെയ്തു, ഇവൻ എടുത്തിട്ട് അവനത് കൊടുക്കുന്നതിന് വരെ അവൻ തന്നെ വായിലോട്ട് വെച്ചു എന്ന് വിചാരിക്കുക. വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതും കണ്ടുകൊണ്ട് മുതലാളി വന്നു എന്ന് വിചാരിക്കുക. സംഗതിയാകെ മാറി. ഇനി മുതലാളി വന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ തന്നെ ഒരു ന്യായഭോക്താവായിട്ട് കാണാം. ഇനി അതല്ല, ഇനി മുതലാളി കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ പിടിച്ച് പുറത്താക്കി, അപ്പോൾ അവനെ മുതലാളി കാണുന്നത് ഒരു അന്യായ ഭോക്താവായിട്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് ശരിയും തെറ്റും വേർതിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് മറ്റുള്ളവരുടെ ശരിയും തെറ്റും നോക്കലല്ല നമ്മുടെ തൊഴിൽ. കരണം കർമ്മ കർത്തേതി. അപ്പോൾ ഇതിനകത്ത് ഈ കർമ്മം ചെയ്യാൻ എന്തൊക്കെ വേണം? കർമ്മം ചെയ്യാൻ ഈ 3 ഘടകങ്ങൾ വേണമെന്നുള്ളതാണ് കർമ്മസംഗ്രഹ എന്ന് പറയുന്നത്. അപ്പം കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തോടൊപ്പം നിൽക്കണമെന്നുണ്ട്. കർമ്മത്തോടൊപ്പം നിൽക്കുന്നതാണ് കരണം. കരണം എന്ന് പറഞ്ഞാൽ എടുത്ത കൈയില്ലേ, അത് തന്നെയാണ് കരണം. പിന്നെ കർമ്മ എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ എടുത്തത് അത് കർമ്മ. പിന്നെ കർത്ത, എവിടെ എടുത്തത്, ഇത് രണ്ടാണ്. കർത്ത ഇതി ത്രിവിധ, ഈ 3ഉം കൂടെ ചേരുന്നതാണ് കർമ്മ സംഗ്രഹ. കർമ്മത്തിൻ്റെ സംഗ്രഹം, കർമ്മത്തോട് ചേർന്ന് നിൽക്കുന്നു, കർമ്മമായിട്ട് നിൽക്കുന്നതാണ്. അല്ലാതെ കർമ്മം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കർമ്മമാണ് ചെയ്തത്? നമ്മൾ കർമ്മം ചെയ്തു എന്ന് പറഞ്ഞാൽ ആകെ നമ്മുടെ ബുദ്ധിയിലേക്ക് വരുന്നത് ഈ ആണ്ടിന് വാവിനും ഒക്കെ പോയിട്ട് ആലുവ മണപ്പുറത്ത് കർമ്മം ചെയ്തിട്ട് വരിക എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ടല്ലോ. ഇതാണ് കർമ്മം, അതല്ല കർമ്മം എന്ന് പറഞ്ഞത്. അതൊരു കർമ്മം, അങ്ങനെ ഒരു കർമ്മം അത്രയേ ഉള്ളൂ. അപ്പം കർമ്മം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞോട്ടെ തന്നെ കർമ്മം ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അതങ്ങനെ ഒരു ചില വാക്കുകൾ അങ്ങനെ ആക്കി വെച്ചു, കർമ്മം ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു. അപ്പം ഇത് കർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിപ്പോൾ നമുക്ക് കർത്താവ് എന്നുള്ള രീതിയിൽ ഇത് ആക്കി വെച്ചു. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കർമ്മം എന്നുള്ള രീതിയിൽ കർമ്മം എന്ന് പറഞ്ഞാൽ ആക്കി വെച്ചു. അങ്ങനെ അല്ല എന്ന് സാരം. ഇപ്പം കരണത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം, ഭാഷ നോക്കിപ്പോൾ. കരണം ക്രിയത്തെ അനേന ഇതി ബാഹ്യം ശ്രോത്രാദി എന്ന്. അപ്പോൾ അതുകൊണ്ട് കയ്യ് എന്നുള്ളതല്ല ഇവിടെ അർത്ഥം കൊടുത്തത്, ശ്രോത്രാദി എന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. കാരണം ഇതുവരെയും നമ്മൾ ഈ കേട്ടുകൊണ്ടിരുന്നത് ഇങ്ങനെയല്ലല്ലോ. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കർമ്മത്തിന് എന്താണ് പാണിപാദങ്ങളൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇതുമായിട്ടാണല്ലോ ഇപ്പം പെട്ടെന്നാകെ മാറിയിട്ട് എന്താ പറഞ്ഞത്? കരണം ക്രിയത്തെ അനേന ഇതി ബാഹ്യം ശ്രോത്രാദി എന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രോത്രാദികൾ എങ്ങനെയാണ് ഈ കർമ്മേന്ദ്രിയങ്ങൾ ആയിട്ട് മാറുന്നത്? അതിനെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാണല്ലോ പറഞ്ഞത്. ഇതെങ്ങനെയാണ് കരണത്തിൽ അത് ചേരുന്നത്? ചോദ്യം വന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് നോക്കാം. ഭാഷ്യം ശങ്കരഭാഷ്യവുമാണ്, ഇത് പുറത്തുനിന്നുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഭാഷ്യത്തിൻ്റെ വരികൾ തന്നെ വായിക്കാമെന്ന് വിചാരിച്ചത്. കരണം ക്രിയത്തെ അനേന ഇതി ബാഹ്യം ശ്രോത്രാദി. അതായത് നമ്മൾ നിർവചനത്തിൽ തൂങ്ങി നിൽക്കരുത് എന്ന് സാരം.
ഇതാണ് മുമ്പ് പറഞ്ഞില്ലേ, ഒരു നിർവചനം വെച്ചിട്ട് ഇനി അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട. നിർവചനങ്ങൾ നമുക്ക് വഴികൾ തെളിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റേണ്ടുന്നത് പോലെ മാറും എന്നുള്ളത്. കാരണം ക്രിയത്തെ അനേന ഇത് ബാഹ്യം ശ്രോത്രാദി. അപ്പോൾ ഇത് പോയിൻ്റൊക്കെ നോക്കിയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ ശ്രോത്രാദി. അപ്പോൾ ആരെങ്കിലും പറയുകയാണ് നമ്മുടെ കാരണങ്ങൾ, നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാരണങ്ങൾ ശ്രോത്രാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ ആ സമയത്ത് ചിലപ്പോൾ ഇത് കയറി വന്നിട്ടുണ്ടാവും, ഈ വരി പ്രയോഗം. അതുകൊണ്ട് നമ്മൾ അതിനകത്തൊരു എന്തെങ്കിലും ചിലപ്പോൾ ഇത് കയറി വന്നിരിക്കും, പക്ഷെ സംബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിരിക്കും പലപ്പോഴും സംബന്ധിക്കുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ ശ്രദ്ധാപൂർവം പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ചില സംബന്ധമില്ലായ്മകളും ചിലപ്പോൾ വന്നു പോകാം. അപ്പം അതുകൊണ്ടാണ് ഈ അധ്യായമൊക്കെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെയൊക്കെ വാലിഡേറ്റ് ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇതൊരു നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് നമുക്ക് തോന്നും, പക്ഷേ എന്നാൽ സിമ്പിളാണ്. ഒരിക്കലും നമ്മൾ ഇതിൻ്റെ ചില പോയിന്റുകളൊന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളാണ്. ശ്രോത്രം എന്ന് പറഞ്ഞാൽ ആ ശ്രോത്രം, കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കരണം, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ആ കർമ്മേന്ദ്രിയം എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ അതിൻ്റെ തലത്തിൽ കാണാൻ സാധിക്കും. അതെല്ലാം നമ്മൾ നിർവചനത്തിൽ പിടിച്ച് നിൽക്കരുത്. കരണം ക്രിയത്തെ അനേന ഇതി ബാഹ്യം ശ്രോത്രാദി അന്ധസ്ഥം ബുദ്ധ്യാതി എന്ന്. ഇപ്പം നമ്മൾ കാണാൻ പാടില്ലാത്തത് കണ്ടു, അതുകൊണ്ട് അവനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരുമ്പം അവൻ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്ന് പറഞ്ഞ് കൊന്നുകളയുക എന്നുള്ളൊരു ഒരു കഥയിൽ നമ്മൾ വായിക്കുന്നു വിചാരിച്ചു. അവിടെ അവൻ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്ന് പറഞ്ഞ് ജ്ഞാനമല്ലേ ഉണ്ടായത്. ജ്ഞാനത്തിനാൽ അവനൊരു എന്തോ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അവിടെ അവൻ കാണുക എന്നുള്ളത് മറ്റൊരാൾ അതിനെ അവൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതായിട്ടെടുത്തു. ഒരു കർമ്മത്തിൻ്റെ ലക്ഷണമല്ലേ, അതുകൊണ്ടല്ലേ അവന് ശിക്ഷ കിട്ടുന്നതായിട്ട് മാറി. അപ്പോൾ ആ തരത്തിൽ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു, അതുകൊണ്ട് അവനെ കൊന്നുകളഞ്ഞു. അതും പ്രത്യേകിച്ചാണെങ്കിൽ അപ്പോൾ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു എന്നുള്ളത് കൊണ്ട് എന്താ, ഇനിയും പിന്നീട് അവനത് പോയിട്ട് പറയുമോ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അവൻ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു, അവൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി. അവൻ്റെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ലാത്തടത്ത് സാന്നിധ്യം ഉണ്ടായി. ഈ തരത്തിലൊക്കെ കണക്കാക്കിയിട്ട് അവനൊരു ശിക്ഷ കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവൻ പറഞ്ഞില്ല, പക്ഷേ എങ്കിൽ കൂടിയും കേട്ടു എന്നുള്ളത് തന്നെ അവന് വധശിക്ഷ കിട്ടാൻ. പണ്ടത്തെ കാലത്തെ കഥകളിലൊക്കെയുള്ള രാജാക്കന്മാരുടെ കാലത്തിലേക്ക് ഉള്ള ആ കാലത്തിലെ കഥകളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കേട്ടു എന്നുള്ളത് അവന് വധശിക്ഷ കിട്ടാൻ കാരണമായി, കണ്ടു എന്നുള്ളത് അവന് വധശിക്ഷ കിട്ടാൻ കാരണമായി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നമുക്ക് കാണാം അത് കർമ്മമായിട്ട് തന്നെ, പുണ്യപാപങ്ങൾക്ക് ജനിപ്പിക്കുന്ന കർമ്മമായിട്ട് ഇവിടെ വ്യവഹാരത്തിലെടുക്കപ്പെട്ടു. അതുകൊണ്ട് കർമ്മം എന്ന് പറയുമ്പം നമ്മൾ വ്യവഹാരത്തിൻ്റെ കർമ്മത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളും കിടപ്പുണ്ട്. കാരണം ക്രിയത്തെ അനേന ഇതി ബാഹ്യം ശ്രോത്രാദി അന്തസ്ഥം ബുദ്ധ്യാദി കർമ്മ ഈപ്സിതതമം കർത്തുഹു ക്രിയയാ വ്യാപ്യമാനം. കർമ്മം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്, കർമ്മ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കർത്തുരീപ്സിതതമം കർമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാണിനി സൂത്രത്തിലൊരു കർമ്മത്തെക്കുറിച്ചുള്ളൊരു സൂത്രം പഠിച്ചു. ആ സൂത്രമാണ് ഇവിടെ ശങ്കരഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർമ്മ ഈപ്സിതതമം കർത്തുഹു ക്രിയയാ വ്യാപ്യമാനം. അപ്പം അഹം ഘടം പശ്യാമി. ഘടം എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. കാരണം അതാണ് കർത്താവിന് ഏറ്റവും പ്രിയമായിട്ടുള്ളത്. കർത്താവിന് ഏറ്റവും പ്രിയമായിട്ടുള്ളതിന് കർമ്മം എന്ന് പറഞ്ഞു. ഇതാണ് കർത്തുഹു ഈപ്സിതതമം കർമ്മ. അപ്പോൾ നമ്മൾ പാണിനി സൂത്രം പഠിച്ചിട്ടുള്ളത് കാരണം ഈ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈപ്സിതതമം എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടി നമുക്കറിയാൻ പറ്റും. ഇതറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈപ്സിതതമം എന്നുള്ളത് ജസ്റ്റ്
എന്താ കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കർമ്മം എന്ന് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ആശങ്കപ്പെടും. പക്ഷേ കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ കർത്താവാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർമ്മം ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഒന്ന് സകർമ്മവും അകർമ്മവും എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. അതിനകത്ത് ഈ ക്രിയയ്ക്ക് കർമ്മത്തോട് കൂടിയിട്ടും കർമ്മമില്ലാണ്ടും ക്രിയ ആവാം. കർമ്മത്തോട് കൂടിയിട്ടുള്ള ക്രിയയാണ് ഈപ്സിതതമം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് എന്ന് പറയുമ്പോൾ ക്രിയയാൽ കർത്താവായി. ക്രിയയിൽ കർത്താവാകുമ്പോൾ ക്രിയ കർത്താവിനോട് കൂടി ചേർന്ന് നിൽക്കുന്നത് കർമ്മത്തോട് കൂടി ചേർന്ന് നിൽക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ക്രിയയ്ക്ക് സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് എന്ന് പറയുന്നതില്ല. ആകെ നിലനിൽപ്പുള്ളത് രണ്ടെണ്ണത്തിനാണ്. ഒന്ന് കർത്താവിനും രണ്ട് കർമ്മത്തിനും. അതിനാൽ ഈ കർത്താവും കർമ്മവും എന്ന് പറഞ്ഞ രണ്ടെണ്ണത്തിൽ കർത്താവ് അല്ല, മൂന്നാമത് വേറെ ഒന്നില്ല. മൂന്നാമത് ക്രിയ എന്ന് പറഞ്ഞാൽ മൂന്നാമതില്ല. മൂന്നാമത് എന്ന് പറഞ്ഞാൽ കർത്താവും കർമ്മവും തമ്മിലുള്ള സംബന്ധമാണ് ക്രിയ എന്ന് പറയുന്നതിന് കാരണമായിട്ട് നിൽക്കുന്നത്. ക്രിയ എന്ന് പറയുന്ന ആ സ്ഥാനമാണുള്ളത്, സംബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സംബന്ധിപ്പിക്കുക എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്ന ക്രിയ സംബന്ധിപ്പിക്കുന്നത് കർത്താവിന് ഏറ്റവും പ്രിയമായിട്ടുള്ളതിനോട് സംബന്ധിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ അതാണ് കർമ്മം. അതായത് അഹം ഘടം പശ്യാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അഹം, ഘടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ, പശ്യാമി എന്ന് പറയുന്നത് ക്രിയ എന്ന് പറയും. ആ തരത്തിലാണ് ഈ ക്രിയ പറയുന്നത്. അപ്പോൾ അവിടെ ജ്ഞാനമല്ലേ നടന്നത്, കർമ്മമല്ലല്ലോ എന്ന് പറയേണ്ട. ഇതാണ് കർമ്മം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഏതാണ് കർത്താകർമ്മം ക്രിയ. അഹം ഘടം പശ്യാമി. ഈപ്സിതമം ഏതാ? കർത്താവിന് ഈപ്സിതമായിട്ടുള്ളത് കർമ്മം ഘടം. അതുകൊണ്ട് ഈ ഘടം ഇവൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഘടത്തെ അവൻ ഇന്ന് എക്കാലവും സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് അവൻ്റെ കബോർഡിൽ അവൻ തുണിയിട്ട് പൊതിഞ്ഞ് വെച്ചു എന്ന് പറഞ്ഞ അർത്ഥമില്ല. അതല്ല ഈപ്സിതമം എന്ന് പറഞ്ഞാൽ. ഈപ്സിതമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർത്താവ് ഇവൻ ആ ഘടത്തിനെ കണ്ടു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറെ അർത്ഥങ്ങളിലേക്കൊന്നും പോകണ്ട. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയേണ്ടതല്ല. അപ്പോൾ ഈപ്സിതമം കഴിഞ്ഞു. നമുക്ക് കരണം, കർമ്മ, പിന്നെ കർത്ത. കർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്ത ഇതാണ്. നർത്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കർത്ത തന്നെ. അപ്പോൾ ഇതെല്ലാം എവിടെയാണ് വേണ്ടത്? ഈ കർത്താവും വേണം, കർമ്മവും വേണം, കാരണവും വേണം. ഏതിന്? കർമ്മത്തിൽ. അതുകൊണ്ടാണ് ഇതെല്ലാം ചേർന്നിരിക്കുന്നത് കർമ്മത്തോട്. അതാണ് കർമ്മസംഗ്രഹ എന്ന് പറയുന്നത്. സംഗൃഹ്യതേ അസ്മിനിതി സംഗ്രഹ. കർമ്മണ സമൂഹ സംഗ്രഹ കർമ്മസംഗ്രഹ. കർമ്മണ സംഗ്രഹ, കർമ്മത്തിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നതാണ് കർമ്മം. അപ്പം കർമ്മത്തിന് പ്രേരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുന്ന, ഇപ്പം നമ്മൾ അഹം ഘടം പശ്യാമി എന്നവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന 6 എണ്ണവും വന്നിട്ടുണ്ടെന്ന് അതിന് കണ്ടുപിടിക്കണം. അഹം ഒറ്റ വരിയേ ഉള്ളൂ. അഹം ഘടം പശ്യാമി. ഈ 6 എണ്ണം ഏതാണ്? ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധാ കർമ്മചോദന എന്നുള്ളത്. അതേമാതിരി കരണം കർമ്മകർത്രേതി ത്രിവിധാ കർമ്മസംഗ്രഹ. കരണം കർമ്മകർത്ത എന്നുള്ളത് ഇതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമം നടത്തിക്കൂ. നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇത് ശ്ലോകവുമായിട്ട് ചേരുന്നില്ല നമ്മുടെ ഒരു രീതിയിലുള്ള നോട്ടം എന്നല്ലേ അർത്ഥമുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ശ്ലോകം ഒന്നുകൂടെ വായിച്ച് നോക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ നമ്മുടെ വ്യാഖ്യാനം നമ്മളൊന്ന് മാറ്റി നോക്കേണ്ടി വരും. ഞാൻ ഈ തരത്തിൽ അവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ളത് നമുക്ക് ഒന്ന് വിചാരം ചെയ്തിട്ട് ഈ 6 എണ്ണം അതിൽ ചേർക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടെ ചിന്തിക്കാം. ജ്ഞാനം, ഇതൊക്കെയാണ് ഈ 6 എണ്ണം. അഹം ഘടം പശ്യാമി എന്ന പ്രയോഗത്തിൽ ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത എന്ന് പറയുന്ന 3 എണ്ണം കർമ്മചോദന എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം 3 എണ്ണവും കാണണം. കരണം കർമ്മ കർത്രേതി എന്ന് പറഞ്ഞാൽ കർമ്മസംഗ്രഹ എന്ന് പറഞ്ഞാൽ 3 എണ്ണത്തിനെയും കൊടുത്തിട്ടുള്ളത് കൊണ്ട് 3 എണ്ണവും കിട്ടണം. അതിൽ കിട്ടുമോ എന്നുള്ളത് ഒന്ന് നോക്കുക. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.